നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചൂടിപ്പോവുകയാണ്. കൃഷ്ണനെ ആക്ഷേപിക്കുന്നു, രാമനെ ആക്ഷേപിക്കുന്നു, ഗ്രന്ഥങ്ങളെ ആക്ഷേപിക്കുന്നു, ആചാരങ്ങളെ ആക്ഷേപിക്കുന്നു, അനുഷ്ഠാനങ്ങളെ ആക്ഷേപിക്കുന്നു, ക്ഷേത്ര വിശ്വാസികളെ വിശ്വാസം വ്രണപ്പെടുത്തുന്നു, ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്നൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? എൻ്റെ വീട്ടിൽ നിന്നൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ അവിടെ കൊണ്ടു കൊടുത്തതും പോയിട്ടില്ലല്ലോ. നീ എന്തൊക്കെ പോയിട്ടുണ്ട്? നീ സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണോ അവിടെ ഇരിക്കുന്നതെന്ന് കോടതിക്ക് ഇപ്പോൾ ഒരു സംശയം. നമുക്കൊരു ചെറുത്തുനിൽപ്പിനുള്ള യാതൊരു ഇടവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭാരതീയർക്ക് പോകാൻ ഒരു സ്ഥലമില്ല എന്ന് നമ്മൾ ആലോചിക്കേ. ഇവിടുത്തെ ക്രൈസ്തവർക്ക് പോകാൻ ഇവിടെ എത്രയോ രാഷ്ട്രങ്ങളുണ്ട്, 126 രാഷ്ട്രങ്ങളുണ്ട്. മുസൽമാന് പോകാൻ 56 രാഷ്ട്രങ്ങളുണ്ട്. ഹിന്ദുവിന് പോകാൻ എത്ര രാഷ്ട്രമുണ്ട് എന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പൊ ആലോചിക്കൂ. വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ള ഭക്തജനങ്ങളെ, കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരയുടെ പാതാരവിന്ദങ്ങളിലും അവതാരപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാർത്ഥസാരഥിയുടെ പാദപത്മങ്ങളിലും പാർത്ഥസാരഥിയുടെ സങ്കല്പം കൊണ്ട് ധന്യമായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്ഥിതിയിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ. പന്ത്രണ്ട് കളഭ മഹോത്സവവും അവതാര ചാർത്തും ഇന്ന് 9ാമത്തെ ദിവസമാണ്. 8 പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ സത്യസന്ധമായി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ, ഇങ്ങനെ ഒരു പ്രഭാഷണം ഇവിടെ ഉണ്ട്, അത് കേൾക്കണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി വന്ന ആളുകളൊന്ന് കൈവക്കാമോ? ശരി. കാരണം ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ ആധ്യാത്മികമായ കാര്യങ്ങൾ കേൾക്കുന്നതിന് പ്രസക്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. ഒരു പക്ഷേ ക്ഷേത്രത്തിൽ മതം പഠിപ്പിക്കരുത്, മതപരമായ കാര്യങ്ങൾ പറയരുത്, അനുഷ്ഠിക്കരുത് എന്നൊക്കെ ശഠിക്കുന്ന വ്യവസ്ഥിതിയിലാണ് നമ്മളിന്ന് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യവസ്ഥിതിയെ എതിർക്കുന്നതിനുള്ള ശക്തി ഉണ്ടാകണം അതിനു വേണ്ടി എന്ന് ചിന്തിക്കുന്ന ജനസമൂഹമോ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. കേവലം ചില വികാരങ്ങളുടെ പേരിൽ മാത്രം ഒത്തുകൂടുന്ന ഒരു ജനതയായി നമ്മൾ മാറുമ്പോൾ ആണ് നമ്മുടെ സംസ്കാരത്തെ ആർക്കും കടന്നാക്രമിക്കാം എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. നമ്മൾ അറിയാതെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെ മറ്റുള്ളവർ കാർന്നു തിന്നുന്നത്, മുച്ചൂട് നശിപ്പിക്കുന്നത് എന്നുള്ളത് ഇതൊന്നും ചിന്തിക്കാൻ സമയമില്ലാത്ത ഹിന്ദുക്കളായ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്ന് അവസാന മണ്ണും ഒലിച്ചു പോകുന്നത് വരെ നമ്മളത് മനസ്സിലാക്കുന്നുമില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് വെറും ആരാധനാലയങ്ങൾ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകളാണ്. ഞാനിവിടെ കടന്നു വന്നപ്പോൾ കേട്ടത് നമ്മുടെ സാംസ്കാരികവും കലാപരവുമായ പരിപാടികളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാര്യപരിപാടിയാണ്. ഇതൊക്കെ ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പക്ഷേ എത്ര ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ വേദനാജനകവുമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുന്നത് ഉപാധികളിലൂടെയാണ്. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരം അദൃശ്യനായ ഈശ്വരനെക്കുറിച്ച്, നിർഗുണനായ ഈശ്വരനെക്കുറിച്ച് അറിയാൻ വേണ്ടി പ്രയത്നിക്കുന്ന തപസ്സു ചെയ്യുന്ന ഒരു തത്വസംഹിതയാണ്.
തത്വമസി എന്ന് ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം അതൊരു മഹാവാക്യമാണ്. തത്വം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ്. പ്രിൻസിപ്പിൾ. തത്വത്തെ ആരും കാണുന്നില്ല. ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ കണ്ട ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആർക്കുമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് കേട്ടിട്ടുണ്ട്. ആർക്കുമിഡീസ് തത്വം അല്ലേ? ഭൂഗുരുത്വം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്. ഇങ്ങനെ പ്രിൻസിപ്പിളിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്ന് എന്ന് പറയുന്നത് ഒരു തത്വമാണ്. നമ്മളൊക്കെ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒന്നിനെ കണ്ട ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് കണ്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്നുപോലും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാനും കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ കൊണ്ട് പിന്നെ എന്തിനു കൊള്ളാം? ഒന്നുപോലും കണ്ടിട്ടില്ല. കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ കൈ ഉയർത്തി വിരല് ഉയർത്തി നിർത്തിയിട്ട് 1 എന്ന് പറയുന്നു. കുട്ടി 1 പഠിക്കുന്നു. 1 ഏതാണ് എന്ന് കുട്ടിയോട് അടുത്ത ദിവസം ചോദിച്ചാൽ കുട്ടി വിരല് പൊക്കി കാണിക്കും. ഒരു വടിയെടുത്ത് കാണിക്കില്ല, ഒരു ചോക്ക് പീസ് എടുത്ത് കാണിക്കില്ല. കാരണം കുട്ടിയുടെ വിചാരം ഇതാണ് 1 എന്നാണ്. പക്ഷെ ചില വിചാരമുള്ള കുട്ടികളുണ്ട്. അവൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കും, സാർ അത് 1 അല്ലല്ലോ, സാറിൻ്റെ വിരളല്ലേ? കാരണം സാറിൻ്റെ വിരളാണതാണെന്ന് അവന് നേരത്തെ അറിയാം. 1 അവൻ പഠിച്ചിട്ടില്ല. ദാറ്റ് ഈസ് നോട്ട് 1, ദാറ്റ് ഈസ് യുവർ ഫിംഗർ എന്നാണ് ആ കുട്ടി എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ. ശരിയല്ലേ? നിങ്ങളാരെങ്കിലും 1 പഠിച്ചിട്ടുണ്ടോ? 1 കണ്ടിട്ടാണോ പഠിച്ചത്? ഇപ്പോഴെങ്കിലും 1 കാണിച്ചു തരാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ 1 എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ ആയതുകൊണ്ടാണ്, ഒരു തത്വമായതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. 1 പോലും കാണാത്ത നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയില്ല എന്ന് പരാതി പറയാൻ എന്താ അവകാശം? 1 പോലും കാണിച്ചു തരാൻ കഴിയാത്ത ഇവിടുത്തെ യുക്തിവാദികൾക്കും അതുപോലെ തന്നെ അവിശ്വാസികൾക്കും എങ്ങനെയാണ് ഈശ്വരൻ അദൃശ്യനാണ്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ കഴിയുക? ഇവരൊക്കെ 1 വിശ്വസിക്കുന്നില്ലേ? ഇവരൊക്കെ 2 വിശ്വസിക്കുന്നില്ലേ? ഇവർ 3 വിശ്വസിക്കുന്നില്ലേ? ഭൂഗുരുത്വം ഇവർ കണ്ടിട്ടുണ്ടോ? മാങ്ങ താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? ആപ്പിൾ താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട്. വീണത് ആപ്പിളാണ്, ആപ്പിള് ഭൂഗുരുത്വമല്ല. അപ്പോൾ കാണാൻ പറ്റാത്തതാണ് തത്വങ്ങൾ എന്ന് നമ്മൾ ആദ്യമേ പഠിക്കുകയും കാണാൻ പറ്റാത്ത ഈശ്വരനെ കാണുവാൻ ഏത് ഉപാധിയാണ് ആവശ്യം എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിഗ്രഹവും ക്ഷേത്രവും ആചാരവും അനുഷ്ഠാനവും അതുപോലെ തന്നെ തപസ്സുമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. കാണാൻ പറ്റാത്തതൊന്നും ഇല്ല, കാണാൻ പറ്റാത്തതിനെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ച ചാർവാകന്റെ സിദ്ധാന്തമുണ്ട്. ശ്രാദ്ധമൂട്ടുന്നത് അബദ്ധമത്രേ, ചത്തോർക്ക് വായും വയറുമുണ്ടോ എന്നാണ് ചോദിച്ചത്. കാണാത്ത ദൈവത്തെ കൈവണങ്ങിയിടല, കാണായ കായത്തെ കായിക്കൊല, ഇങ്ങനെയാണ് പറഞ്ഞത്. കാണാൻ പറ്റാത്ത ഈശ്വരനെ നിങ്ങൾ എന്തിനാണ് കൈവണങ്ങുന്നത്? അങ്ങനെ കാണാൻ പറ്റാത്ത ഈശ്വരനെ കൈവണങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാണാൻ പറ്റുന്ന ശരീരത്തെ നിങ്ങൾ ചൂടുപിടിപ്പിക്കുകയാണ്. വെറുതെ പട്ടിണി കിടക്കുകയാണ്, വെറുതെ വ്രതമനുഷ്ഠിക്കുകയാണ്, വെറുതെ തപസ്സു ചെയ്യുകയാണ്. എന്താ പ്രയോജനം? കാണാൻ പറ്റാത്ത ഈശ്വരന് വേണ്ടി. ഇതാണ് ചാർവാകന്റെ സിദ്ധാന്തം. ആ ചാർവാകനോടാണ്, ആ അവിശ്വാസിയോടാണ്, ആ നിരീശ്വരവാദിയോടാണ് നമ്മൾ ചോദിക്കുന്നത്, നീ 1 കണ്ടിട്ടുണ്ടോ? ഈശ്വരനെ കണ്ടിട്ടില്ല. പക്ഷെ 1 കണ്ടിട്ടില്ലാത്തവൻ 1 കക്കുന്നില്ലേ? 2 കക്കുന്നില്ലേ? കക്കുന്നത് മോഷ്ടിക്കുക അല്ലേ? ഏതെല്ലാം ഒന്നൊന്നാണ് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലും 1 കണ്ടിട്ടില്ല. പക്ഷേ എന്ത് കണ്ടിട്ടുണ്ട്? നിങ്ങൾ തന്നെ പറയൂ, ശബരിമലയിൽ എന്ത് കണ്ടിട്ടുണ്ട്? എന്താണ് എടുത്തോണ്ട് പോയത്? 1, 2, 3 ഒന്നുമല്ല, അതവിടെ നിന്നോട്ടെ. അപ്പൊ 1 കണ്ടിട്ടില്ല. അവനാണ് പറയുന്നത് കാണാൻ പറ്റാത്തതിനെ വിശ്വസിക്കരുത്. 1 സീറ്റാണ് നമുക്ക് ജയിക്കാൻ ആവശ്യം. ആ 1 സീറ്റ് കൂടെ കിട്ടിയെങ്കിൽ ജയിച്ചു പോയനെ. ആ 1 കുറവ് കൊണ്ടാണ് തോറ്റുപോയത്. അപ്പോൾ 1 മാഹാത്മ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അച്ഛൻ 1. ആ 1 അച്ഛൻ പോയപ്പോഴാണ് പിന്നെ അച്ഛനേ ഇല്ല അവന്. അമ്മ 1. ആ 1 എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഈ അമ്മയെ അവൻ കണ്ടിട്ടുണ്ടോ? അച്ഛനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ എന്നെ കാണുന്നുണ്ടോ?
ഇതൊരു മൈതാന പ്രഭാഷണമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ഭഗവാന്റെ സന്നിധിയിൽ നൃത്തം ചെയ്യുന്നത് പോലെ, വാദ്യം നടത്തുന്നത് പോലെ, സംഗീതം സമർപ്പിക്കുന്നത് പോലെ ഒരു 2 വാക്കുകൾ സമർപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് ഇതൊരു പ്രഭാഷണമായിട്ട് നിങ്ങൾ കാണണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നാൽ മാത്രം മതി. നിങ്ങൾ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഉറക്കെ പറയൂ, എല്ലാവരും കൂടെ കേട്ടോട്ടെ. ഉണ്ട്. അമ്മയെ കണ്ടിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന ആളിനെ കാണുന്നുണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ. ഉണ്ട്. എന്നാൽ ഞാൻ ഇതൊന്നും കാണുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആരെയും കാണുന്നില്ല. അച്ഛൻ മരിച്ചു പോകുമ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്ന സ്നേഹമുള്ള കുട്ടി, അച്ഛനോട് അതീവ സ്നേഹമുള്ള കുട്ടി കരയുന്നത് എന്താ? സ്നേഹമുള്ള ഭാര്യ എന്താണ് പറയുന്നത്? എൻ്റെ ഭർത്താവ് പോയേ എന്നാണ്. മകൻ പറയുന്നത് എൻ്റെ അച്ഛൻ പോയേ എന്നാണ്. അച്ഛൻ അവിടെ കിടക്കയല്ലേ? ഭർത്താവ് അവിടെ കിടക്കയല്ലേ? അപ്പൂപ്പൻ പറയുന്നു കൊച്ചുമോൻ പോയേ എന്നാണ്. കൊച്ചുമോൻ പോയി പറയുന്നു അപ്പൂപ്പൻ പോയി എന്നാണ്. അനിയൻ പറയുന്നു ജ്യേഷ്ഠൻ പോയേ എന്നാണ്. അയൽവക്കക്കാരൻ പറയും മഹാഭാവി പോയേ എന്നാണ്. എന്തായാലും പോയി ഇല്ലേ? അവിടെ കിടക്കുമ്പോൾ തന്നെ എങ്ങനെ പോയി എന്ന് പറയുന്നു? സഖാവ് പോകുമ്പോൾ അടുത്ത സഖാവ് വന്ന് അതിൻ്റെ മുകളിൽ, ആ ആളിൻ്റെ മുകളിലാണ് റീത്തും വെച്ചിട്ട് പറയുന്നത് സഖാവ് പോയി. സഖാവ് പാസ്ഡ് അവേ, ഫാദർ പാസ്ഡ് അവേ, ബ്രദർ പാസ്ഡ് അവേ, ഗ്രാൻഡ് ഫാദർ പാസ്ഡ് അവേ. അപ്പൊ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ കിടക്കുന്നതല്ല അച്ഛൻ, കിടക്കുന്നതല്ല അനുജൻ, കിടക്കുന്നതല്ല സഖാവ് എങ്കിൽ പോയതാരാ? പോയതിനെ കണ്ടോ? അല്ല, പോയതാണ് സഖാവെങ്കിൽ ആ പോയതിനെ കണ്ടിട്ടാണോ സഖാവിനെ വിശ്വസിച്ചത്? പോയതാണ് അച്ഛനെങ്കിൽ ആ അച്ഛനെ കണ്ടിട്ടാണോ ഈ ശരീരം അച്ഛനാണെന്ന് നമ്മൾ പറഞ്ഞത്? പോയതാണ് അച്ഛൻ എന്ന് മക്കൾ പറയുമ്പോൾ ആ മക്കൾ അതുവരെ കണ്ടത് ആരെയാണ്? അച്ഛനെ അല്ല. നിങ്ങൾ കാണുന്നത് എന്നെ അല്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണുന്നത് എൻ്റെ ശരീരത്തെയാണ്, ഞാൻ കാണുന്നത് നിങ്ങളുടെ ശരീരത്തെയാണ്. ശരീരം ഞാനല്ല. അതുകൊണ്ടാണ് അച്ഛൻ മരിച്ചപ്പോൾ ശരീരം എടുത്ത് ചുട്ട് കരിച്ച് കളഞ്ഞത്. അച്ഛനെ ചുടാൻ പറ്റുമോ? അച്ഛനെ ചുട്ടാൽ അകത്തായി പോവും ഇല്ലേ? കേസാവും. അമ്മയെ ചുട്ടാൻ പറ്റുമോ? പറ്റില്ല, അതും അകത്താവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുവരെ ഞാനെന്ന് വിചാരിച്ചിരുന്നത് ഞാനല്ല, എൻ്റെ അച്ഛനെന്ന് വിചാരിച്ചിരുന്നത് അച്ഛനല്ല, അച്ഛൻ്റെ ഒരു ഉപകരണം മാത്രമാണ്, അച്ഛൻ്റെ ഒരു മീഡിയം മാത്രമാണ്, അച്ഛനെ അറിയിച്ചു തന്ന ഒരു ഉപാധിയാണ്. ഒരു ചോക്ക് പീസ് എടുത്ത് ഒന്നേ എന്ന് കാണിക്കുമ്പോൾ ആ ചോക്ക് ഒന്നല്ല, പക്ഷേ ഒന്നറിയണമെങ്കിൽ ഒന്നല്ലാത്ത ഒന്ന് നമുക്ക് വേണം ഇല്ലേ? ഒരു വിരൽ പൊക്കി ഇത് ഒന്ന് എന്ന് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ വിരൽ ഒന്നല്ല, അങ്ങനെ ഒന്നല്ലാത്ത എന്തോ ഒന്നിലൂടെയാണ് ഒന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഈശ്വരനല്ലാത്ത ഒരു വിഗ്രഹത്തിലൂടെയാണ് ഈശ്വരനെ നമ്മൾ അറിയുന്നത്. അച്ഛനെ നമ്മൾ അറിഞ്ഞത് അച്ഛൻ്റെ ശരീരമുള്ളത് കൊണ്ടാണ്. അമ്മയെ നമ്മൾ അറിഞ്ഞത് അമ്മയുടെ ശരീരമുള്ളത് കൊണ്ടാണ്. ഈ ശരീരങ്ങൾ അച്ഛനുമല്ല അമ്മയുമല്ല. അച്ഛൻ്റെ കാർ അച്ഛനാണോ? അച്ഛൻ്റെ കാർ അച്ഛനല്ലല്ലോ. അച്ഛൻ്റെ കൈ അച്ഛനാണോ? എങ്കിൽ പിന്നെ അച്ഛൻ്റെ കൈ എന്നെന്തിനു പറഞ്ഞു? അച്ഛൻ്റെ വാച്ച് എന്ന് പറയുമ്പോൾ വാച്ച് അച്ഛനല്ല. അതുപോലെ അച്ഛൻ്റെ 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 എന്ന് എന്തു പറഞ്ഞാലും അത് അച്ഛനല്ല. അച്ഛൻ്റെ തല, അച്ഛൻ്റെ കാല്, അച്ഛൻ്റെ കൈ, ഇതൊന്നും അച്ഛനല്ല, അച്ഛൻ്റേതാണ്. ദി പ്രോപ്പർട്ടി ഓഫ് മൈ ഫാദർ. അച്ഛൻ്റെ ഒരു വസ്തുവാണ്, അച്ഛനല്ല. അത് മരിച്ചു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാലെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മൾ? അപ്പോൾ കാണാൻ പറ്റാത്തത് മാത്രമാണ് സത്യം എന്ന് പഠിപ്പിച്ച ഒരു ശാസ്ത്രം അത് ഈ ഭാരതത്തിൽ മാത്രമേയുള്ളൂ. ആ ശാസ്ത്രമാണ് സനാതനധർമ്മം. കാണാൻ പറ്റാത്തത് മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. കാണാൻ പറ്റുന്നതൊന്നും ശാശ്വതമായി പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയേയില്ല. അത് ഭൂമിയാകട്ടെ, സൂര്യനാകട്ടെ, നക്ഷത്രമാകട്ടെ, ചന്ദ്രനാകട്ടെ,
ഇതൊക്കെ ഒരു ദിവസം കാണാതാകും. ഇതിനൊക്കെ ആയുസ്സുണ്ട്. സൂര്യന് പോലും ആയുസ്സുണ്ട്. ഇന്നത്തെ സൂര്യനല്ല ഇനി കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. വൃദ്ധിക്ഷയങ്ങൾക്ക് അനുസരിച്ച്, വൃദ്ധിക്ഷയ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. സങ്കോച വികാസ പരിണാമാത് പ്രപഞ്ച എന്നാണ് നിയമം. സങ്കോചിക്കുകയും വികസിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നതാണ് പ്രപഞ്ചം. കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ ആൻഡ് എവല്യൂഷൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാലല്ലേ ചിലർക്ക് അത് ശാസ്ത്രമെന്ന് സമ്മതിച്ചു തരാൻ പറ്റൂ, അല്ലേ? അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ ആൻഡ് എവല്യൂഷൻ. ഇത് ഈ കാണാൻ പറ്റുന്നതിനൊക്കെ ഉണ്ട്. അങ്ങനെ പരിണാമത്തിന് വിധേയമാകുന്ന ഈ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ഉപാധിയാണ്. ആർക്കാണ് ഉപാധി? കാണാൻ പറ്റാത്ത എനിക്ക്, കാണാൻ പറ്റാത്ത നിങ്ങൾക്ക്. നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് കർമ്മം മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നതുപോലെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ഉപാധിയാക്കിക്കൊണ്ടാണ് കർമ്മം ചെയ്യാൻ പറ്റുക. പ്രപഞ്ചത്തിലൂടെ കാണാൻ പറ്റുന്ന മാധ്യമങ്ങളിലൂടെയാണ് കാണാൻ പറ്റാത്ത തത്വങ്ങളും സത്യങ്ങളും നമ്മൾ ഗ്രഹിക്കുക. അപ്പൊ കാണാൻ പറ്റുന്നതിനെയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരിക്കലും സത്യം ഗ്രഹിക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു പരമാർത്ഥമാണ് സനാതന ധർമ്മം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, ഇതൊക്കെ ഞാൻ ആര് എന്ന് എന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ എന്ന് പറഞ്ഞത് ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ഭക്തനെയും പഠിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല ക്ഷേത്രം, പിന്നെയോ നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം ക്ഷേത്രങ്ങളാണ്. ശരീരത്തെ ക്ഷേത്രമായി കാണാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരേണ്ടത്. ഈ ക്ഷേത്രത്തിൽ നടക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. അതുമല്ലെങ്കിൽ ഈ ശരീരത്തിലുള്ള ചടങ്ങുകളെല്ലാം, കർമ്മങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ദേവനുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ടോ? ശരീരത്തിലും ദേവനുണ്ട്. ആ ദേവനെ പറയുന്നത് ജീവനെന്നാ, അല്ലേ? പ്രപഞ്ചത്തിലുണ്ടോ? പ്രപഞ്ചത്തിലുള്ളതിനെ സൂര്യൻ എന്ന് പറയാം. പ്രപഞ്ചത്തിൽ സൂര്യനും, ക്ഷേത്രത്തിൽ ദേവനും, ശരീരത്തിൽ ജീവനും. ഗാത്രത്തിൽ ജീവൻ, അല്ലേ? അതിനും ക്ഷേത്രജ്ഞൻ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ജീവനെ, ആത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് തന്നെയാണ് പറയുന്നത്. അകത്തിരിക്കുന്ന ദേവനെയും ക്ഷേത്രജ്ഞൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു ചൈതന്യമാണ്. ഇതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോൺഷ്യസ്നസ് എന്ന് പറയാം. കോൺഷ്യസ്നസ് ശുദ്ധബോധമാണ്, പ്യുവർ കോൺഷ്യസ്നസ്. അതാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇന്ന് നമ്മൾ പ്യുവർ കോൺഷ്യസ്നസ് അല്ല, ഇംപ്യുവർ കോൺഷ്യസ്നസ്. പ്യുവറായിട്ടുള്ളതിൽ ഇംപ്യൂരിറ്റി വന്ന് ചേരുമ്പോഴാണ് നമുക്ക് പരിമിതികൾ ഉണ്ടാകുന്നത്. ഈശ്വരന് പരിമിതി ഒന്നുമില്ല. കാരണം എന്താ? ഈശ്വരന് ഇംപ്യൂരിറ്റി ഇല്ല. മനസ്സിലുണ്ടോ? ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ മാലിന്യമില്ല. മാലിന്യം കംപ്ലീറ്റ് പൂർണ്ണമായും നമ്മുടെ ജീവനിൽ നിന്ന് മാറിയാൽ നമ്മൾ ഈശ്വരനാണ്. അവിടെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന പദവിക്ക് അർഹരാകുന്നത്. ആ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയാണ് സാധന എന്ന് പറയുന്നത്. ആ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയാണ് തപസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അനുഷ്ഠാനങ്ങളുള്ളത്, മന്ത്രങ്ങളുള്ളത്, തന്ത്രങ്ങളുള്ളത്, ആചാരങ്ങളുള്ളത്, നമ്മുടെ ഗ്രന്ഥങ്ങളുള്ളത്, ആചാര്യന്മാരുടെ ഉപദേശങ്ങളുള്ളത്, ഗുരുക്കന്മാരുള്ളത്. ഇതൊക്കെ ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ്. ആ ശുദ്ധീകരണം സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തതായി ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? എല്ലാം കാണാം എന്ന് പറഞ്ഞാൽ എല്ലാം അനുഭവിക്കാം. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലതുമുണ്ട്. കാരണം നമ്മുടെ പരിമിതി കൊണ്ടാണ് നമ്മൾ പലതും ഇല്ല എന്ന് പറയുന്നത്. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അവിടെയാണ് നമ്മുടെ അജ്ഞാനം. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ നായ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ? നായ, പൂച്ച, പല പക്ഷികൾ അതിന് കാണാം. നമുക്ക് കിട്ടാത്ത ഗന്ധം, സ്മെല്ലുണ്ടല്ലോ, ഗന്ധം നായ്ക്ക് കിട്ടുന്നുണ്ട്. സ്നിഫ് ഡോഗ്സ്, അല്ലേ? അപ്പം പട്ടി എന്ന് പറയുന്നത് നമ്മളെക്കാൾ എത്രയോ ഉത്തമ സൃഷ്ടിയാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ നന്ദിയുടെ കാര്യത്തിൽ വേറെ ഒരുപാടുണ്ട്, അല്ലേ? അപ്പൊ എന്തോ ആവട്ടെ, അപ്പൊ ഒരു മണം പിടിക്കുന്ന കാര്യത്തിൽ പോലും നമുക്ക് പരിമിതിയുണ്ട്.
നമ്മുടെ മൂക്കിൽ മണം അറിയുന്നില്ല എന്ന് വിചാരിച്ച് മണം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്? എന്ത് മാനിഫെസ്റ്റോ ആവും അത്? അപ്പം നമ്മുടെ പരിമിതി എന്താണ് എന്ന് ബോധ്യപ്പെടുവാനുള്ള ഒരു വിവേകവും അതിനുള്ള ഒരു സാമർഥ്യവും അതിനുള്ള ഗുരുത്വവും അതിനുള്ള വിനയവും നമുക്കുണ്ടാവണം. അപ്പം നമ്മൾ പരിമിതികളെ അതിജീവിച്ച ഒരു വലിയ ശാസ്ത്രമാണ് നമ്മുടെ ആചാര്യന്മാരെ തന്നത്. അവരുടെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഈ പ്രപഞ്ചം എന്ത് എന്നവർ പറഞ്ഞത്. അവർ കണ്ട പ്രപഞ്ചം അവരുടെ കണ്ണിലൂടെയും കാതിലൂടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അവരറിഞ്ഞതല്ല. കാരണം അങ്ങനെ അറിയാൻ പറ്റില്ല. സത്യം അതീന്ദ്രിയമായ ഒരു അനുഭൂതിയിലൂടെ ഇന്ദ്രിയങ്ങൾക്കപ്പുറം ഇന്ദ്രിയങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി തപസ്സിലൂടെ ലഭിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതിനെ അറിവെന്നല്ല പറയേണ്ടത്, അതിനെ ജ്ഞാനം എന്നാണ് പറയേണ്ടത്. ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി നമുക്ക് കിട്ടുന്ന ആ ശാശ്വതമായ ആ ആത്യന്തികമായ സത്യത്തെ ജ്ഞാനം എന്ന് പറയണം. ഈശ്വരേതിർ ജ്ഞാനം വിജ്ഞാനം അന്യത്ര ലൗകികേ. ഈശ്വരോന്മുഖമായിട്ടുള്ളതിനെ അല്ലെ അതീന്ദ്രിയമായിട്ടുള്ള ആ അനുഭവത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം അന്യത്ര ലൗകികേ. ഈ സംസാരവുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചവുമായി ജഗത്തുമായി ബന്ധപ്പെട്ട് രൂപനാമ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ അറിവിനെയും നോളജ് എന്ന് പറയുമ്പോൾ അതിനപ്പുറം നമ്മൾ ഗ്രഹിക്കേണ്ടുന്ന അനുഭവത്തിനെ നോളജ് എന്നല്ല പറയുന്നത്, അതിനെ വിസ്ഡം എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. ജ്ഞാനത്തിന് തുല്യമായ മറ്റൊരു പദമില്ല, എന്നാലും അതിനെ വിസ്ഡം എന്ന് തൽക്കാലം നമുക്ക് വിളിക്കാം. അപ്പം നമ്മളാരും ജ്ഞാനികളല്ല, അറിവുള്ളവരാണ്. പല അറിവും നമുക്കുണ്ട്, പക്ഷെ ജ്ഞാനമുണ്ടോ? ജ്ഞാനമുണ്ടാകണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം, അല്ലേ? ബുദ്ധി ഉണ്ടായാൽ ജ്ഞാനം ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ അറിവുണ്ടാകും. അത് നമ്മുടെ തലയില് ഇടതുവശത്ത് അല്ലേ, നമ്മുടെ ബ്രെയിൻ തന്നെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, വലതുവശവും ഇടതുവശവും. ഇടതുവശം എന്ന് പറയുന്നത് പ്രകൃതിയെ കുറിക്കുന്നതാണ്. പ്രകൃതി നമുക്കറിയാമല്ലോ. രാമന്റെ ഇടതുവശത്ത് സീതാദേവി ഇരിക്കുന്നു, കൃഷ്ണന്റെ ഇടതുവശത്ത് ലക്ഷ്മി ഇരിക്കുന്നു, ബ്രഹ്മാവിന്റെ ഇടതുവശത്ത് സരസ്വതി ഇരിക്കുന്നു, ശിവന്റെ ഇടതുവശത്ത് പാർവതി ഇരിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇടത്താണോ വലത്താണോ അമ്മമാരിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഇടതുവശമാണ് പ്രകൃതിയെ സൂചിപ്പിക്കുന്ന ബ്രെയിൻ ഉള്ളത്. വലതുവശം എന്താ? ഇൻറ്റ്യൂഷൻ. ഒന്ന് ഇന്റലക്റ്റിനും മറ്റൊന്ന് ഇൻറ്റ്യൂഷനും ഇടം കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന അറിവിൻ്റെ ആകെത്തുകയാണ്, അതിലൂടെ വളരുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത്. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി നമുക്ക് തപസ്സിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ, മന്ത്രത്തിലൂടെ, ഉപാസനയുടെ ലഭിക്കുന്നതിൻ്റെ പേര് ബുദ്ധി എന്നല്ല, പ്രജ്ഞ എന്നാണ്. ഇടതുവശത്ത് ബുദ്ധിവികാസവും വലതുവശത്ത് പ്രജ്ഞാവികാസവും. പ്രജ്ഞാവികാസം സംഭവിച്ചവർക്ക് മാത്രമേ കാലാതീതരാകാൻ പറ്റൂ. നമുക്കിതാ നമ്മുടെ കണ്ണിൻ്റെ മുമ്പേ കാണുന്നത് മാത്രമേ ശരിയെന്ന് വിചാരിക്കാനും വിശ്വസിക്കാനും നമുക്ക് തർക്കിക്കാനും ഒക്കെ കഴിയൂ. മറ്റതങ്ങനെയല്ല. ഒരിടത്തിരുന്നു കൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന എന്തും അറിയുവാൻ തക്ക രീതിയിൽ ഉള്ള ഒരു അവയർനെസ്, മനസ്സിലായി, എല്ലാം കാണാൻ കഴിയുന്നൊരവസ്ഥ. അതിനെയാണ് എന്ത് പറയുക? സർവജ്ഞത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ പറ്റി പറയുമ്പോൾ ഓംനി പ്രസന്റ്. ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാൽ സർവവ്യാപി. ഓംനി പൊട്ടൻറ്റ്, സർവശക്തൻ, ഓൾമൈറ്റി. ഓംനീഷ്യൻ, സർവജ്ഞൻ. അപ്പം അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, നമ്മളതിന് അവകാശപ്പെടുന്നുവെങ്കിൽ നമ്മൾ എന്തൊക്കെ ആയിരിക്കണം? ഓംനി പ്രസന്റ് ആയിരിക്കണം, ഓംനി പൊട്ടൻ്റ് ആയിരിക്കണം, ഓംനീഷ്യൻ്റ് ആയിരിക്കണം, സർവവ്യാപി ആയിരിക്കണം. ആണോ നമ്മൾ? സർവശക്തനാണോ നമ്മൾ? സർവജ്ഞരാണോ നമ്മൾ? അല്ല. പക്ഷേ ഇത് നമുക്ക് ആകാൻ കഴിയും. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ മഹത്വം. ഇതാണ് സനാതനധർമ്മം നമ്മെ പഠിപ്പിച്ചത്. ഇതാണ് ആചാര്യന്മാർ അവരുടെ അനുഭവത്തിലൂടെ, തപസ്സിലൂടെ കണ്ടെത്തിയത്. അതിനുള്ള അർഹത ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞിനുമുണ്ട്, അമ്മമാർക്കുണ്ട്, സർവ്വപേർക്കുമുള്ളതാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് വെറും മൃഗങ്ങളെപ്പോലെ ജീവിക്കാനല്ല, വെറും ഭൗതികത മാത്രം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നിവർത്തി വരുത്തി എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അല്പമെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ അനുഭവത്തിലൂടെയൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്.
ഇനി ടാറ്റയെ പോലെയും ബിർളയെ പോലെയും അദാനിയെ പോലെയും അംബാനിയെ പോലെയും ഒക്കെ ആയാലും ശരി, ദുഃഖം എന്ന് പറയുന്നത് അവരെ ഒന്നും വിട്ടിട്ടില്ല. നമ്മൾ എത്രത്തോളം സമ്പാദിക്കുന്നുവോ അത്രയും ദുഃഖം നമുക്കുണ്ടാകും. എപ്പോഴാണ്? അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ. കുറച്ചുള്ളവന് അത് നഷ്ടപ്പെടുമ്പോൾ ചെറിയ ദുഃഖം, കൂടുതലുള്ളവന് അത് നഷ്ടപ്പെടുമ്പോൾ വലിയ ദുഃഖം. അതാണ് പ്ലഷർ ആൻഡ് പെയിൻ ആർ ടു സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ. ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് സുഖവും ദുഃഖവും എന്ന് പറയുന്നത്. ശാശ്വതമായി ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് എല്ലാവരും 100% ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒന്നെന്ത്? 100% ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ത്? പറയാമോ ആർക്കെങ്കിലും? 100% ആളുകൾ വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണം, വേണ്ട എന്ന് ചോദിച്ചാൽ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയാമോ? ഏത് പാർട്ടിക്കാരനും അങ്ങനെ പറയൂ, ഏത് മതക്കാരനും അങ്ങനെ പറയൂ, ഏത് ജാതിക്കാരനും അങ്ങനെ പറയൂ, ഏത് തന്ത്രിയും ഏത് മന്ത്രിയും ഏത് പൂജാരിയും അങ്ങനെ പറയൂ, ഏത് കോടതിയിലുള്ളവനും അതേ പറയൂ. എന്താണെന്നറിയാം? ഇഷ്ടമുള്ളത് സുഖം, ഇഷ്ടമില്ലാത്തത് ദുഃഖം. എടി എന്ത് വിഡ്ഢികളാണ് നമ്മൾ! സുഖം ഇഷ്ടമുള്ളതാണെങ്കിൽ സുഖം മാത്രം നിങ്ങൾ അനുഭവിച്ചാൽ പോരെ. എന്തിനാ നിങ്ങൾ ദുഃഖം സ്വീകരിക്കുന്നത്? ദുഃഖം ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ദുഃഖിക്കുന്നത്, എന്തിനാ നിങ്ങൾ കരയുന്നത് എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയുക? അവിടെയാണ് വേണ്ടാത്തത് സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല, വേണമെന്നുള്ളത് മാത്രം സ്വീകരിക്കാനും കഴിയുന്നില്ല. ഇതെങ്ങനെ കഴിയും എന്ന് പഠിപ്പിച്ച ഒരു വലിയ ശാസ്ത്രമാണ് സനാതന ധർമ്മം. ഇന്നോട്ടെങ്കിലും നമ്മൾ ആലോചിച്ചൂടെ? ദുഃഖമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതുവരെ ദുഃഖിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന്. അപ്പൊ മനുഷ്യനായി ജനിച്ചവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ധർമ്മം, ഈശ്വരനായി മാറുക എന്നുള്ളതാണ്. മനുഷ്യജന്മത്തിന്റെ പ്രയാണം ഈശ്വരത്വത്തിൽ മാത്രം എത്തിച്ചേരേണ്ടതും അവിടെ മാത്രം പൂർണ്ണമാകേണ്ടതും അവിടെ മാത്രം അവസാനിക്കേണ്ടതുമാണ്. നമ്മൾ എവിടെയാണ് ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ദിശയിലേക്കാണ് നമ്മൾ നമ്മുടെ മക്കളെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് വിദ്യാഭ്യാസമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അല്പമൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ നമ്മുടെ മനസ്സിലുണ്ടോ? എൻ്റെ മകൻ ഒരു ഡോക്ടറാകണം, നല്ലൊരു ഡോക്ടറാകണം എന്നുള്ളതിൽ കവിഞ്ഞ് എൻ്റെ മകൻ നല്ലൊരു മനുഷ്യനാകണം എന്ന് ചിന്തിക്കുന്ന എത്ര രക്ഷകർത്താക്കളുണ്ട്? ഉണ്ടോ? ഹ്യൂമൻ വാല്യൂസ്, മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഇവരെ ഡോക്ടറെയും എഞ്ചിനീയറെയും IPS-നെയും IAS-നെയും മന്ത്രിയെയും തന്ത്രിയെയും വളർത്തിയെടുക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ ഈ മതം മാറിപ്പോയില്ലേ? ഇതിനെ മതമെന്ന് വിളിക്കരുതെന്നൊക്കെ പറയുന്നവരും ഉപദേശിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. ഞാൻ നമ്മുടെ ഹിന്ദു ധർമ്മത്തെ, സനാതനധർമ്മത്തെ മതം 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 എന്ന് 100 പ്രാവശ്യം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ചിട്ടയില്ലാതെ തോന്നിയവാസമായി ജീവിക്കുന്നതാണ് സനാതന ധർമ്മമെങ്കിൽ അങ്ങനത്തെ ഒരു ധർമ്മം നമുക്ക് വേണ്ട. നമുക്കൊക്കെ പണ്ട് ജീവിക്കാൻ ഒരുപക്ഷെ മരത്തിന്റെ ചുവട് മതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ കൊണ്ട് മഴ നനയാതെ ഒരു കൂര ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അടിയിൽ ഇരിക്കാമായിരുന്നു. പക്ഷെ ഇന്നത് കഴിയില്ല. നമുക്ക് വീട് വേണം, ആ സ്ഥലത്ത് നമ്മൾ ചുവര് കെട്ടണം, ആ സ്ഥലത്ത് നമ്മൾ ബലമുള്ള വാതിലുകളും അതുപോലെ ജനാലകളും നമ്മൾ ഉണ്ടാക്കണം. വളരെ സുരക്ഷിതമായി നമുക്ക് ജീവിക്കുവാൻ അല്ലേ, നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ഗൃഹം നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ എല്ലാ അലവലാദികൾക്കും, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, കടന്നു കയറി വരുവാനുള്ള ഒരു സ്ഥാനമായി, സങ്കേതമായി നമ്മുടെ വീട് മാറിയാൽ അതെങ്ങനെ നമുക്ക് സഹിക്കുവാൻ കഴിയും? അതുപോലെ നമ്മുടെ സനാതനധർമ്മം ആർക്കും എപ്പോഴും എവിടെയും എങ്ങനെയും കടന്നു വന്ന് ചേക്കേറുവാൻ കഴിയുന്ന ഒന്നാണ് എന്ന് വന്നാൽ ഈ ധർമ്മത്തെ നിലനിർത്തുവാൻ നമുക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് അതൊരു സനാതനധർമ്മം എന്ന് പറയുന്നത് അതൊരു ജീവിതചര്യയാണ്. ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇത് ഉണ്ടാവില്ല. നാളെ വളരെ ഭദ്രമായ ഒരു സംഘടനാ സെറ്റപ്പ് നമുക്കുണ്ടാകണം, സംഘടിതമായ ഒരു പ്രവർത്തനം അതിനുണ്ടാകണം, വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം, അടുത്ത തലമുറയെ എങ്ങനെ വാർത്തെടുക്കണമെന്ന് ചിന്തിക്കുവാനുള്ള ബുദ്ധിയെങ്കിലും നമുക്കുണ്ടാകണം. ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാരതം ഉണ്ടാകൂ എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. ഹിന്ദുവിന്റെ ഭൂരിപക്ഷം എന്നിവിടെ തകരുന്നുവോ നമ്മൾ ഓടേണ്ടി വരും. ഓടാൻ നമുക്ക് സ്ഥലമില്ല എന്ന് നമ്മൾ ഓർക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനത്തോടു കൂടി നെഞ്ചിൽ കൈവച്ച് പറയുന്ന ക്രിസ്ത്യാനി മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്.
ഞാനൊരു ഇസ്ലാമാണ്, മുസ്ലിമാണെന്ന് പറയാൻ യാതൊരു മനസ്സിന് വിഷമവുമില്ലാത്ത, പറയുന്നതിൽ അഭിമാനമുള്ള മുസ്ലിങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു. കാരണം അവരെ മതത്തെ അവർ ബഹുമാനിക്കുന്നല്ലോ, അവരെ മതത്തെ അവർ ആദരിക്കുന്നുണ്ടല്ലോ. അവരുടെ ഈശ്വരീയ സങ്കല്പങ്ങൾ ശാസ്ത്രീയമായാലും അശാസ്ത്രീയമായാലും അതിൽ ഉറച്ചു നിൽക്കുവാൻ അവർ മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളോ, വിശ്വവിശാലമായ ഏറ്റവും വലിയ ശാസ്ത്രം, ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം, മതങ്ങളുടെ മാതാവൊക്കെയായ നമ്മുടെ ഹിന്ദു മതത്തെ നമ്മൾ എന്താണ് അതിനെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? പൊട്ടിട്ടാലും, ക്ഷേത്രത്തിൽ വന്നാലും, നാമം ജപിച്ചാലും, ക്ഷേത്ര ദർശനം നടത്തിയാലും, ശയനപ്രദർശനം ചെയ്യാലും, ആറ്റുകാൽ പോയി പൊങ്കാലയിട്ടാലും, ഇവിടെ വന്ന് വ്രതമെടുത്താലും മാത്രം നമ്മൾ ഹിന്ദു ആവില്ല. ഹിന്ദു ആകണമെങ്കിൽ ഹിന്ദുവായി ജനിക്കുന്ന ഒരുത്തൻ മരിക്കുന്നത് വരെ ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന ഒരു ജീവിത ക്രമമുണ്ട്. ആ ക്രമം നമുക്കിന്നില്ല. പിന്നെയോ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന യജ്ഞമുണ്ട്, നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതാണ്. അച്ഛൻ മരിച്ചു പോയാൽ ബലിയിടുന്നില്ലേ? അതൊരു യജ്ഞമാണ്, പിതൃയജ്ഞമാണ്. ഒരു അതിഥി വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മൾ ബഹുമാനിക്കുന്നില്ലേ? ഇല്ലേ? അതിഥി യജ്ഞമാണ്. അതിഥി ദേവോ ഭവ എന്നാണ്. ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നില്ലേ? ക്ഷേത്രത്തിൽ നമ്മൾ വരുന്നില്ലേ? പൂജിക്കുന്നില്ലേ? ദേവയജ്ഞമാണ്. പിന്നെയോ ഭൂതയജ്ഞം. നായ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നു, പശുവിന് ആഹാരം കൊടുക്കുന്നു, പരിചയമില്ലാത്ത നമ്മുടേതല്ലാത്ത പക്ഷിക്ക് പോലും വെള്ളം കൊടുക്കുവാൻ നമ്മൾ മുകളിലും മുറ്റത്തും വെള്ളം വയ്ക്കുന്നു. ഭൂതയജ്ഞമാണ്. ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്ന ഒരാൾ മാത്രമേ ഹിന്ദു ആകൂ. യാതൊരു സംശയമില്ല. അതിലൂടെയാണ് നമുക്ക് വളർച്ചയുണ്ടാകുന്നത്. നമ്മുടെ പരിമിതികളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനുള്ള അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ആചരിക്കേണ്ടത്. അങ്ങനെ എന്നാൽ മാത്രമേ തത്വമസി എന്ന് അയ്യപ്പൻ വിളിച്ചു പറഞ്ഞാലും ശരി, ഇനി ആര് വിളിച്ചു പറഞ്ഞാലും ശരി, ആ തത്വം, ആത്മതത്വം, ഈശ്വരതത്വം, ബ്രഹ്മതത്വം എന്താണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. അതിന് സാക്രിഫൈസ് ആവശ്യമാണ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ത്യാഗം. ചെറിയ ഒരു നേട്ടത്തിന് വേണ്ടി ചെറിയ ത്യാഗം മതി, പക്ഷെ വലിയ നേട്ടത്തിന് വേണ്ടി വലിയ ത്യാഗം വേണം. വലിയ ത്യാഗം സഹിച്ചവർ മാത്രമേ വലിയ നേട്ടങ്ങൾക്ക് ഉടമകളായിട്ടുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ ചില്ലറ ത്യാഗം സഹിച്ചാൽ എന്നും ഒരു മുറുക്കാൻ കടയിട്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഒരിക്കലും കഴിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിൻ്റെതായ ക്ലേശം ശാരീരികമായും മാനസികമായും നമ്മൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സനാതന ധർമ്മം മതമെന്ന പേരിൽ ആർക്കും കടന്നാക്രമിക്കാൻ ഇടം കൊടുക്കാത്ത നിലയിൽ വ്യക്തമായ, സുവ്യക്തമായ ഒരു ലക്ഷ്യവും മാർഗവും വെച്ച് നമുക്ക് മുന്നേറുവാൻ നമുക്ക് ബോധമുണ്ടാകണം. ഇന്നൊക്കെ ഇരിക്കാൻ നിവൃത്തിയില്ല. കല്യാണം കഴിക്കണ്ട എന്നാണ് ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും പറയുന്നത്. കല്യാണം കഴിച്ചാലോ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുക്കുന്നു, നമുക്ക് മക്കൾ വേണ്ട, അടിച്ചു പൊളിച്ചെങ്കിൽ ജീവിക്കാം. ഇത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ദയനീയമായ അവസ്ഥയാണ്. ഭാരതത്തിന് പുറത്ത് അമേരിക്കയിലും കാനഡയിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ അവസ്ഥ. മക്കൾ വേണ്ട, അടിച്ചു പൊളിച്ച് ജീവിക്കാം. എത്ര വയസ്സ് വരെ അടിച്ചു പൊളിക്കും? ഒരു 40 വയസ്സ് വരെ, 45 വയസ്സ് വരെ. അപ്പോഴാണ് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നത്. പിന്നെ കുഞ്ഞുണ്ടായതും വരില്ല. ഇപ്പൊ കുടുംബം എന്നുള്ള മഹത്തായ ഒരു സങ്കല്പത്തിന് പുല്ലുപോലും വില കൽപ്പിക്കാത്തതിന്റെ കുഴപ്പമാണിത്. നമ്മൾ അമേരിക്കക്കാരനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രശ്നമാണിത്. പാശ്ചാത്യ പരിഷ്കാരത്തെ നമ്മൾ ആശ്ലേഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രശ്നമാണിത്. പൗരസ്ത്യ സംസ്കാരം നമ്മുടേത് സംസ്കാരമാണ്, വെളിയിലുള്ളതൊക്കെ പരിഷ്കാരങ്ങളാണ്. ഗ്രീക്ക് സംസ്കാരം എന്ന് നമ്മൾ പറയുന്നത് സിവിലൈസേഷനാണത്. ഗ്രീക്ക് സിവിലൈസേഷൻ, ഗ്രീക്ക്, മെസപ്പൊട്ടേമിയൻ, സുമേറിയൻ, ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ എന്നൊക്കെ പറയുന്ന സംസ്കാരം എന്ന പദത്തിന് അർഹതയുള്ളതല്ല. അത് പരിഷ്കാരം എന്നുള്ളതിനാണ്. പരിഷ്കാരം ബാഹ്യമായ മോടിയും വിധാനങ്ങളുമാണ്. സംസ്കാരം ആന്തരികം, നേരത്തെ പറഞ്ഞ ആന്തരികമായ അദൃശ്യമായ മനസ്സിന്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഉപയോഗപ്പെടുന്ന കർമ്മങ്ങളാണ്. അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കരിക്കുക എന്ന് പറയുന്നത് അതാണ്. ആരെയാ സംസ്കരിക്കേണ്ടത്? ശവശരീരത്തെ സംസ്കരിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ആ ശവസംസ്കാരത്തെ സംസ്കരിച്ചാലും അശുദ്ധിയാണ് മാറുന്നത്. മനസ്സിനെ സംസ്കരിക്കുവാൻ ഉള്ള പ്രക്രിയയാണ് സനാതന ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കോവിഡാണെന്നും അല്ലേ, കൊറോണയാണെന്നും അത് ബാക്ടീരിയ ആണെന്നും ഒക്കെ പറഞ്ഞവർ ഈ രാജ്യത്ത് ഇന്നുമുണ്ട്.
പക്ഷേ ഇതിൻ്റെയൊക്കെ ശാസ്ത്രം നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും അതിനെ ഗൗരവമായി ചിന്തിച്ച് നമ്മൾ കണക്കിലെടുക്കാത്തത് കൊണ്ടുമാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ എന്നാണോ ഭൂരിപക്ഷം കുറഞ്ഞ് ന്യൂനപക്ഷത്തിലേക്ക് വരുന്നത്, അന്ന് നമ്മുടെ ശാന്തിയും സമാധാനവും ഒക്കെ പോയി. ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നും പറയരുത് എന്ന് പറയുന്നവനും അങ്ങനെ പറയുന്ന ഭൂരിപക്ഷക്കാരനും ന്യൂനപക്ഷക്കാരനും പോലും ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടുത്തെ ഹൈന്ദവൻ ന്യൂനപക്ഷമായാൽ ഇവിടെ BJP ഉണ്ടാവില്ല. ഇവിടുത്തെ ഹൈന്ദവൻ ന്യൂനപക്ഷമായാൽ ഇവിടെ കോൺഗ്രസും ഉണ്ടാവില്ല. പിന്നെ മറ്റവരും സമാധാനിക്കൊന്നും വേണ്ട, അതും ഉണ്ടാവില്ല. പിന്നെ കൊടി പിടിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചാലും ശരി, പാകിസ്ഥാനിൽ വിളിക്കാൻ പറ്റുമോ? ബംഗ്ലാദേശിൽ ചെന്ന് വിളിക്കാൻ പറ്റുമോ? ആർക്ക്? ഒരു പാർട്ടിക്കാരനും വിളിക്കാൻ പറ്റില്ല. അവൻ അവന്റെ മതത്തിന്റെ ചിഹ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഒക്കെ നിയന്ത്രണത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ആ മണ്ണിൽ സ്ഥാനമുള്ളൂ. മത അധിഷ്ഠിത രാഷ്ട്രങ്ങളാണ്. ഇവിടെ ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഹിന്ദു മതം എന്ന് വിളിച്ചാലും ശരി, ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മതാധിഷ്ഠിത രാജ്യമായ ഭാരതത്തിൽ പോലും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും വളരെ സുരക്ഷിതരായി ജീവിക്കാൻ കഴിയും. മതേതരത്വം എന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല ഹിന്ദുവിനെ സംബന്ധിച്ച്. മറ്റു പലരെ സംബന്ധിച്ചും അതിന് പ്രാധാന്യമുണ്ട്. പാകിസ്ഥാനിൽ മതേതരത്വം ഉണ്ടോ? ബംഗ്ലാദേശിൽ മതേതരത്വം ഉണ്ടോ? ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് മതേതരത്വം നിലനിൽക്കുന്നതെന്ന് കാണിച്ചു തരാമോ? എന്നാൽ ഇവിടെ മാത്രം മതേതരത്വം വേണമെന്ന് പറയാൻ എത്രയോ മുസ്ലിങ്ങൾ സംഘടനകൾ, അല്ലേ, പൊളിറ്റിക്കൽ ഇസ്ലാമുകൾ ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. വളരെ ശാന്തമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അവരും ഒന്ന് ചിന്തിക്കണം. പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല. ഹിന്ദുവല്ല അവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്, ക്രൈസ്തവരല്ല അവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്. അവര് തമ്മിലടിക്കുകയാണ്. ഷിയ എന്നും സുന്നി എന്നും ഇങ്ങനെ വിവിധങ്ങളായ വകതിരിവുകളുടെ പേര് പറഞ്ഞ് തമ്മിൽ കൊല്ലുകയാണ്. മുസ്ലിങ്ങൾ സുരക്ഷിതനാണോ മുസ്ലിം രാഷ്ട്രത്തിൽ? പക്ഷേ ഹിന്ദു രാഷ്ട്രത്തിൽ, ഭാരതത്തിൽ, ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കൾ എത്രത്തോളം സുരക്ഷിതരാണോ അതിനേക്കാൾ സുരക്ഷിതരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമും. ശരിയല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ശരിയല്ലെന്ന് പറയും, മൈക്കം കൊടുത്തേക്കാം, സംസാരിക്കട്ടെ. അതുകൊണ്ടാണ് ഇതൊരു തുറഞ്ഞ ചർച്ചയാണ്. ഒരു മതത്തിനും എതിരല്ല നമ്മൾ, ഒരു ജാതിക്കും എതിരല്ല നമ്മൾ, ഒരു രാഷ്ട്രത്തിനും എതിരല്ല നമ്മൾ. മനുഷ്യത്വത്തിന് വിപരീതമായി ആരെന്തെവിടെ പറഞ്ഞാലും അതിനെതിരെ പറയുവാനുള്ള ധാർമ്മിക ബോധവും ശേഷിയും നമുക്കുണ്ടാകണം. അതിനുള്ള നട്ടെല്ല് നമുക്കുണ്ടാകണം, അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ധർമ്മത്തെ നമുക്ക് നിലനിർത്താൻ കഴിയൂ. ധർമ്മിയുണ്ടെങ്കിലേ ധർമ്മമുള്ളൂ, രാഷ്ട്രമുണ്ടെങ്കിലേ സംസ്കാരമുള്ളൂ. രാഷ്ട്രമാണ് വലുത്, കുടുംബമല്ല. ഒരു വ്യക്തിയേക്കാൾ വലുത് കുടുംബമാണ്, കുടുംബത്തേക്കാൾ വലുതൊരു ദേശമാണ്, ആ ദേശത്തേക്കാൾ വലുതൊരു രാഷ്ട്രമാണ്. ധർമ്മം നിലനിൽക്കാൻ രാഷ്ട്രം നിലനിൽക്കണം. അതിൻ്റെ അതിർവരമ്പുകൾ സുരക്ഷിതമായിരിക്കണം. അവിടുത്തെ ഭടന്മാർ ശക്തരായിരിക്കണം. അവിടുത്തെ സാങ്കേതിക വിദ്യ ആധുനികമായിരിക്കണം, കരുത്തുറ്റതായിരിക്കണം. ഇതൊക്കെ ഒരു രാഷ്ട്രത്തിന് ആവശ്യമാണ്. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ കസേരയിലുണ്ടാകണം. ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ കസേരയിലുണ്ടാകണം. അതില്ലാതെ പോയതാണ് മഹാഭാരതം എന്ന ഒരു ദുരന്തത്തിന് കാരണമായി തീർന്നത്, അല്ലേ? എന്താണ് ദുര്യോധനൻ പറഞ്ഞത്? ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി. അയ്യോ ഭഗവാനെ, ധർമ്മം എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഇവിടെ ഇരിക്കുന്ന നമുക്കും അങ്ങനെ തന്നെ അറിയാം. കസേര ഇരിക്കുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. ഇവിടുത്തെ കസേരയല്ല, മറ്റേ അങ്ങ് തിരുവനന്തപുരത്ത്. ധർമ്മം എന്തെന്നറിയാം. ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി. പക്ഷെ ആ ധർമ്മം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. മോഷ്ടിക്കരുതെന്ന് അറിയാം, തെറ്റാണെന്നറിയാം, ഈശ്വര കോപം കിട്ടുമെന്നറിയാം. പക്ഷെ കണ്ടപ്പം മോഷ്ടിച്ചു പോവുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? പാവങ്ങൾ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ദുര്യോധനൻ ഇത് തന്നെയാ പറ്റിയത്. ജാനാമി അധർമ്മം നജമേ നിവൃത്തി. അധർമ്മം എന്തെന്നും അറിയാം, പക്ഷെ അധർമ്മം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. ധർമ്മം എന്തെന്നറിയാം, ധർമ്മം നിലനിർത്താൻ കഴിയുന്നില്ല. ഇതല്ലേ നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ? അതിന്റെ അനുഭവം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഇതിഹാസമാണ് മഹാഭാരതം.
ആ ഇതിഹാസം തന്നെയാണ് രാമായണം. ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ധർമ്മമെന്ന്. രാമനും കൃഷ്ണനുമൊക്കെ ഇവിടെ വന്നിട്ട് അഹിംസ പാലിച്ചു പോയവരാണോ? ആണോ? രാമൻ ഹിംസിച്ചിട്ടില്ലേ? ഉണ്ട്. ആരെ? കൃഷ്ണൻ ഹിംസിച്ചിട്ടില്ലേ? നമ്മുടെ ഏതെങ്കിലും ഒരു ദേവീദേവന്മാർ ആയുധമില്ലാതെ ഇവിടെ വന്നിട്ടുണ്ടോ? ഭൂമിയിൽ വരണമെങ്കിൽ ആയുധം വേണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആയുധമെടുത്ത് വളരെ വിദഗ്ധമായി പ്രയോഗിക്കുവാൻ ഉള്ള സാമർഥ്യത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ പോലും നമ്മുടെ മണ്ണിൽ വരുന്നത്. അവരെത്രയോ പേരെ ഹിംസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലേ? ഹിംസിച്ചിട്ടില്ലേ? എന്ന് ഞാൻ പറയുന്നു, കൃഷ്ണൻ പലരെയും കൊന്നിട്ടുണ്ട്, കൃഷ്ണൻ ഹിംസ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ എന്നെ കാണുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നെ അല്ല നിങ്ങൾ കാണുന്നത്. ഭഗവാൻ പലരെയും വധിക്കുന്നത് നിങ്ങൾ കാണുന്നു, പക്ഷേ ഭഗവാൻ ഹിംസ ചെയ്യുന്നില്ല. അപ്പൊ ഹിംസ എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ധർമ്മത്തോട് നമുക്ക് കൂറില്ലാതെ പോകുന്നതിൻ്റെ കാരണം. അപ്പൊ കൃഷ്ണൻ ചെയ്തതോ? കൃഷ്ണൻ കംസനെ വധിക്കാതിരുന്നു എങ്കിൽ അതാണ് ഹിംസ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമനെ വധിക്കാതിരുന്നുവെങ്കിൽ അതാണ് ഹിംസ. അവിടെ ഹിംസ ചെയ്യപ്പെടുന്ന എന്താണ്? ധർമ്മം. അപ്പൊ ധർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഹിംസയാണോ അഹിംസയാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ധർമ്മം നിലനിർത്തുവാൻ ഒരാളിനെ വധിക്കുന്നതാണ് ഉപായമെങ്കിൽ, അതല്ലാതെ മറ്റൊരു ഉപായം ഇല്ലാതെ വരുമ്പോൾ വധിക്കുന്ന കാര്യമാണ്. നാളെ അടുത്ത് എല്ലാവരും ഇവിടെ ഒരു സ്വാമി വന്നാൽ മറ്റുള്ളവരെയൊക്കെ കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് പോയെന്നൊന്നും പറഞ്ഞു കളയരുത്. കൊല്ലാം, ഒരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നില്ലേ? എത്ര പേരാണ് ചാവുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ സുഖമായിട്ട് ജീവിക്കുന്ന അണുക്കൾ എത്രയോ ചാവുന്നു ഇല്ലേ? ബാക്ടീരിയകൾ എത്രയോ ചാവുന്നില്ലേ? കൊതുകിനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എത്രയോ സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ടില്ലേ? ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇല്ലേ? കൊല്ലുക. അപ്പോ എന്താണ് ഈ ഹിംസ? എന്താണ് ഈ അഹിംസ? അപ്പൊ കൊല്ലാതിരിക്കുന്നതും ചിലപ്പോൾ ഹിംസയാണ്. കൊല്ലേണ്ടതിനെ കൊല്ലണം എന്നാണ്. നമ്മൾ അതിർത്തിയിൽ പട്ടാളക്കാരെ അയച്ചിട്ടുണ്ട്. എന്തിനാ? കടന്നു വരുന്ന ആക്രമണകാരികളെ ആശ്ലേഷിക്കാനാണോ? അവർക്ക് പട്ടും പർവ്വതാനിയും ഒക്കെ വിരിച്ച് സ്വീകരിക്കാനാണോ? ബൊക്കയും ഗാർലൻഡും ഒക്കെ കൊടുത്ത് അവരെ എന്താ പൂജിക്കാനാണോ? അല്ലല്ലോ. അതിന് ഇത്രയും ആയുധങ്ങൾ വേണമോ? അപ്പൊ ഈ രാജ്യത്തിലെ ജനതയെ, രാജ്യത്തിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ ശത്രുവിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് വരുമ്പോൾ അത് യാതൊരു സങ്കോചവും കൂടാതെ, സംശയവും കൂടാതെ ചെയ്യാനാണ് കൃഷ്ണൻ പറഞ്ഞതും കൃഷ്ണൻ ചെയ്തതും. പക്ഷെ 3 കാര്യങ്ങൾ അതിനു മുമ്പ് നമ്മൾ നോക്കണം. ഏതാണ്? സാമം, ദാനം, ഭേദം, ദണ്ഡം. ഈ ദണ്ഡം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ വധം. സാമവും പരാജയപ്പെട്ട്, ദാനവും പരാജയപ്പെട്ട്, ഭേദവും പരാജയപ്പെടുമ്പോഴാണ് ദണ്ഡം വേണ്ടി വരുന്നത്. ഭർത്താവ് ഭാര്യയും മകളുമായിട്ട് നടന്നു പോകുമ്പോൾ ഭർത്താവിൻ്റെ കർമ്മം എന്താ? ബാധ്യത എന്താ? ഉത്തരവാദിത്വം എന്താണ്? ധർമ്മം എന്താണ്? ഭർത്താവ് എന്നുള്ള നിലയിൽ ഏതൊരു ഭർത്താവിൻ്റെയും ധർമ്മം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പിള്ളേരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പെൺപിള്ളേരൊക്കെ പറയാറില്ലേ, എങ്ങനെയുള്ള ഒരുത്തനെ വേണം? കെയറിങ് ആയിരിക്കണം. കെയറിങ് അല്ലേ? മലയാളത്തിലൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഇംഗ്ലീഷിൽ തന്നെ പറയണം. കെയറിങ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ എന്താ? ഒരു കരുതൽ, ഒരു ശ്രദ്ധ, നമ്മളെ സംരക്ഷിച്ചു കൊള്ളണം. ഞാൻ തെറ്റ് പറഞ്ഞാലും ശരി, പറഞ്ഞാലും ശരി, അവൻ സമ്മതിച്ചു കൊള്ളണം. എന്തായാലും ശരി, കെയറിങ്. അപ്പം ഭർത്താവിന്റെ ധർമ്മം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നടന്നു പോവുകയാണ്. അച്ഛന്റെ ധർമ്മം എന്താ? മക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഏതൊരു ആക്രമണത്തിൽ നിന്നും, ഏതൊരു പ്രശ്നത്തിൽ നിന്നും അവരെ മുക്തരാക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകരുത്, ഭർത്താവ് ആവരുത്, അച്ഛനും ആവരുത്. നടന്നു പോകുമ്പോൾ ഒരു ആക്രമണകാരി വരികയാണ്, ആയുധവുമായി വരികയാണ്, തട്ടിക്കളയുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പലരും നമ്മുടെ നാട്ടിലെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് ഇപ്പോഴും ഇല്ലേ? പല സ്ഥലത്തുമുണ്ട്, പല പ്രസ്ഥാനത്തിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഉടനെ നമ്മളും ആയുധമെടുത്ത ആളെ വെട്ടിക്കൊല്ലുകയല്ല. ആദ്യം ഹിന്ദുവിന്റെ സംസ്കാരം അനുസരിച്ച് സാമം, സമാധാനത്തിന്റെ മാർഗം, പീസ്ഫുൾ വേ ഓഫ് സോൾവൻസി, സൊല്യൂഷൻ എന്താണ്? ആദ്യം ഒരു വഴി നോക്കുകയാണ്, പീസ്ഫുൾ, പറഞ്ഞു നോക്കുകയാണ്. എന്താണ്? നിന്നെ വേണമെങ്കിൽ ഞാൻ തൊഴാം, വേണമെങ്കിൽ കാല് പിടിക്കാം,
നിന്നെ ഉപദ്രവിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല, ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മകളാണ്, ഞങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ. അതേത് മാർഗമാണ്? സാമം. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭീരുക്കളാണെന്ന് നമ്മളും വിചാരിക്കണ്ട, മറ്റുള്ളവരും വിചാരിക്കണ്ട. കാരണം ഇതൊരു ഘട്ടമാണ്, പരീക്ഷണ ഘട്ടമാണ്. നമ്മൾ പാകിസ്ഥാനോട് ചെയ്തതും അതാണ്. ആദ്യം എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സമാധാന ചർച്ച നമ്മൾ നടത്താറുണ്ടല്ലേ. അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിലുള്ളതാണ്. അങ്ങ് കയറി പിടിച്ചങ്ങ് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല. 3 ഉപായങ്ങളും പരിഹാരമായി വരാത്ത പക്ഷം മാത്രം 4ാമത്തെ കാര്യം. ഹിന്ദു ഇന്ന് 4ാമത്തത് ചെയ്യേണ്ടുന്ന ഘട്ടത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഭാരതം. മനസ്സിലാവുണ്ടോ? പിന്നെയോ അതുകൊണ്ടും ഈ വരുന്ന ആക്രമണകാരി ശാന്തനാകുന്നില്ല, പിന്തിരിഞ്ഞു പോകുന്നില്ല എങ്കിൽ ദാനം. പേഴ്സ് എടുക്കുന്നു, പേഴ്സിലുണ്ടായിരുന്ന ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് കൊടുക്കുന്നു, പോയി നിനക്ക് ഇഷ്ടമുള്ളത് കുടിച്ചോ. അല്ലേ? തിന്നാനല്ല കൊടുക്കുന്നത്, കുടിക്കാൻ കൊടുത്താലാണ് അത് ശാന്തമാവുക. ഇഷ്ടമുള്ളത് കുടിച്ചോ, പൊയ്ക്കോ. അതൊന്നും പറ്റില്ല. കയ്യിലുള്ള മുഴുവൻ നോട്ടും കൊടുക്കുന്നു, കഴുത്തിലുള്ളത് കൂടെ ഊരി കൊടുക്കുന്നു, പറ്റില്ല. വീണ്ടും പിന്തിരിയുന്നില്ല എങ്കിൽ പിന്നെന്താ? സാമവും ദാനവും കഴിഞ്ഞു, പിന്നെ ഭേദം. ഭേദം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടാണ്, ഒരു ഭീഷണിയാണ്, ത്രട്ടണിങ്ങാണ്. ഇന്ന് നമ്മുടെ മന്ത്രി പറയുന്നുണ്ട്, പ്രതിരോധ മന്ത്രിയൊക്കെ പറയുന്നുണ്ട്, എന്താണ്? ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്ന്. ഇനി ഇന്ത്യയുടെ അടുത്ത് കളിച്ചാൽ ഭൂപടത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയുന്നത് സാമവും ദാനവും കഴിഞ്ഞ 3ാമത്തെ ഘട്ടമാണിത്. അതുകൊണ്ടുമില്ലെങ്കിൽ അടുത്ത് ഈ പറഞ്ഞത് അങ്ങ് നടപ്പാക്കുക എന്നുള്ള ദണ്ഡമെന്ന ഭാഗത്തിലേക്കാണ്. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കരുത്. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഹിംസയല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കൃഷ്ണന്റെ ഹിംസ അതായിരുന്നു. കൃഷ്ണൻ ചെയ്തത് അതാണ്, രാമൻ ചെയ്തത് അതാണ്. സൂചി കൊത്തുവാൻ പോലും ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ, പാണ്ഡവരെ ജീവിക്കാനേ അനുവദിക്കില്ല എന്ന് വന്ന ഒരു ഘട്ടത്തിൽ, അല്ലേ, വസ്ത്രാക്ഷേപം പോലും സഹിക്കേണ്ടി വന്ന ഒരു സമയത്ത് ആണ് പിന്നീട് യുദ്ധത്തിന്റെ ഒരു ആവശ്യവും പ്രസക്തിയും ഉണ്ടായതെന്ന് മറക്കണ്ട. പിന്നെ മറുവശത്ത് നിൽക്കുന്ന ഗുരുവാണോ, ശിഷ്യനാണോ, അനുജനാണോ, ജ്യേഷ്ഠനാണോ, അച്ഛനാണോ, അമ്മയാണോ, ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ പ്രധാനം ധർമ്മമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. തസ്മാദുദ്ധിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നിശ്ചയദാർഢ്യത്തോടുകൂടി എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ആ യുദ്ധത്തിന് പല അർത്ഥങ്ങളുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും അർജുനൻ ചെയ്തത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹിംസ എന്ന് പറയുന്നത് ഇവിടെ വളരെ വ്യക്തമായി. ഹിംസയാണോ രാമൻ ചെയ്തത്? ഹിംസയാണോ കൃഷ്ണൻ ചെയ്തത്? അല്ല. ഇപ്പൊ സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇത് കഴിഞ്ഞാൽ പിന്നെ ദണ്ഡത്തോടുകൂടി അതങ്ങ് തീരണം. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ടാകണം, പ്രതികരണശേഷി നമുക്കുണ്ടാകണം, ബ്രഹ്മ തേജസ് നമുക്കുണ്ടാകണം, ക്ഷാത്ര വീര്യം നമുക്കുണ്ടാകണം. അതാണ് ഭഗവാൻ കൃഷ്ണൻ അവസാനമായി ഭഗവത്ഗീതയിൽ ഈ പാർത്ഥേശ്വരൻ പറഞ്ഞത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമ. യോഗേശ്വരനായ കൃഷ്ണൻ മാത്രം ഉണ്ടെന്ന് വിചാരിച്ച് ഒരു ധർമ്മം ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. അദ്ദേഹം നിർഗുണനാണ്, യോഗേശ്വരനാണ്. പക്ഷെ ആര് വേണം? ധനുസ്സു ധരിച്ച പാർത്ഥൻ കൂടി അദ്ദേഹത്തോടൊപ്പം ചേരണം. ധനുസ്സു ധരിച്ചതെന്ന് പറഞ്ഞാൽ യുദ്ധോത്സുകനായ, യുദ്ധസന്നദ്ധനായ, ക്ഷാത്രവീര്യമുള്ള ആ ഒരു വ്യക്തിത്വം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ധർമ്മം നിലനിൽക്കൂ എന്ന് പഠിപ്പിച്ച മഹാഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതാണ് മഹാഭാരതം. ഇത് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചൂടിപ്പോവുകയാണ്. കൃഷ്ണനെ ആക്ഷേപിക്കുന്നു, രാമനെ ആക്ഷേപിക്കുന്നു, ഗ്രന്ഥങ്ങളെ ആക്ഷേപിക്കുന്നു, ആചാരങ്ങളെ ആക്ഷേപിക്കുന്നു, അനുഷ്ഠാനങ്ങളെ ആക്ഷേപിക്കുന്നു, ക്ഷേത്ര വിശ്വാസികളെ വിശ്വാസം വ്രണപ്പെടുത്തുന്നു, ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്നൊന്നും പോയിട്ടില്ലല്ലോ, അല്ലേ? എൻ്റെ വീട്ടിൽ നിന്നൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ അവിടെ കൊണ്ടുകൊടുത്തതും പോയിട്ടില്ലല്ലോ. ഇനി എന്തൊക്കെ പോയിട്ടുണ്ട്? ഇനി സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണോ അവിടെ ഇരിക്കുന്നതെന്ന് കോടതിക്ക് ഇപ്പോൾ ഒരു സംശയം. ഈ പ്രക്രിയയിൽ വിദേശികൾ പോലും പെട്ടിട്ടുണ്ട് എന്നാണ് കോടതി ഇപ്പം സംശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ല. എനിക്ക് യാതൊരു സംശയമില്ല. സംശയത്തിന് അതീതമായി ഉറപ്പെനിക്ക് ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ്, സംശയമേ ഇല്ല. അപ്പൊ ഈ രീതിയിൽ പോകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്.
നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എത്ര യുവാക്കളുണ്ട് ഇപ്പോൾ, കുട്ടികളായിട്ടുള്ളവർ. അതാണൊരു കാരണം. എൻ്റെ മോൻ ഇവിടെ വരാൻ പറ്റില്ല, അവന് പഠിക്കണം. എൻ്റെ മോക്കാണ് തീരെ സമയമില്ല, അവൾക്കും പഠിക്കണം. അല്ലേ? ഇവർ പഠിച്ച് എവിടെയാ പോകുന്നത്? എവിടെയാ ഇവർ ജീവിക്കാൻ പോകുന്നത്? എന്താണ് ഇവർ പഠിക്കാൻ പോകുന്നത്? ഇവർ പഠിച്ച് എന്താണ്? അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ഭർത്താവും വേണ്ട, ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ മക്കളും വേണ്ട. ഇനി മക്കളുണ്ടെങ്കിൽ, ഭർത്താവ് ഉണ്ടെങ്കിലോ ഒന്നും മതി. ഒന്നാവട്ടെ, അപ്പം മനസ്സിലാവും. ഒന്നായാൽ നന്നാവുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ചെറുത്തുനിൽപ്പിനുള്ള യാതൊരു ഇടവുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭാരതീയർക്ക് പോകാനൊരു സ്ഥലമില്ല എന്ന് നമ്മൾ ആലോചിക്കേ. ഇവിടുത്തെ ക്രൈസ്തവർക്ക് പോകാൻ ഇവിടെ എത്രയോ രാഷ്ട്രങ്ങളുണ്ട്, 126 രാഷ്ട്രങ്ങളുണ്ട്. മുസൽമാന് പോകാൻ 56 രാഷ്ട്രങ്ങളുണ്ട്. ഹിന്ദുവിന് പോകാൻ എത്ര രാഷ്ട്രമുണ്ട് എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ ആലോചിക്കൂ. കാശ്മീരിൽ നിന്ന് ഓടിച്ചു വിട്ടപ്പോൾ, അവിടെയുള്ള ആളുകളെ കൊന്നപ്പോൾ, ബലാത്സംഗം ചെയ്തപ്പോൾ, മാനഭംഗപ്പെടുത്തിയപ്പോൾ, സ്വത്തുകൾ കൊള്ളയടിച്ചപ്പോൾ, ക്ഷേത്രങ്ങൾ തകർത്തപ്പോൾ, വിഗ്രഹങ്ങൾ ഉടച്ചപ്പോൾ, ഭയന്ന് ഇട്ടിട്ടോടി വരാൻ കാശ്മീരിന് പുറത്ത് ഭാരതത്തിൽ വേറെ ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. ഭാരതത്തിൽ മൊത്തം അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എവിടെയാണ് പോവുക? വലതുവശം ബംഗാൾ ഉൾക്കടലുണ്ടല്ലോ അല്ലേ? ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, അറബിക്കടലുണ്ട്, ധാരാളം സ്ഥലം ഇവിടെയുണ്ട്. അതല്ലാതെ വേറെ നമുക്ക് നിവർത്തിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതിൽ നിന്ന് നമ്മൾ മാറി വരണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പഠിക്കുവാൻ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ, ഇതിപ്പോൾ എന്തെന്നറിയാമോ? പണ്ടൊരാൾ പ്രസംഗിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ചെയ്ത് എന്തെന്നറിയാമോ? മാർക്കറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി മൈക്ക് തിരിച്ച് നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പ്രസംഗിച്ചു. എന്നിട്ടൊരു ഫോട്ടോ എടുത്തു. മാർക്കറ്റിൽ, ചന്തയിൽ ആളുകൾ വരുമല്ലോ അല്ലേ, മീൻ വാങ്ങിക്കാനും മലക്കറി വാങ്ങിക്കാനും ഒക്കെ ആളുകൾ വരും. അപ്പോൾ എത്രയോ വലിയ ക്രൗഡാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ ഉത്സവമല്ലേ, ഉത്സവമാകുമ്പോൾ ഇവിടെ എന്താണ് 12 കളഭ മഹോത്സവം, അവതാര ചാർത്ത്, ഇപ്പം ഇവിടെ ആൾ കൂടും. അവരെ നമ്മൾ ഉപയോഗിക്കുക അല്ലേ? ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേൾക്കാൻ വേണ്ടി വന്ന എത്ര ആളുകളുണ്ടെന്ന് ആദ്യമേ ചോദിച്ചത് അതാണ്. ഭഗവാനെ കാണാൻ വരുന്നത് തെറ്റെന്നല്ല പറഞ്ഞത്. അപ്പൊ എന്താണ് കാര്യം? അവിടെ ഇരിക്കുന്ന ഭഗവാൻ തന്നെ ആരാണ്, എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി കൂടെ ഇവിടെ വേണം അല്ലേ? നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിഞ്ഞ് കൈകാര്യം ചെയ്താൽ ആ കൈകാര്യം ചെയ്യലിന് ഒരു വിജയമുണ്ടാകും. ഒരു കമ്പ്യൂട്ടറാകട്ടെ, ഒരു ഫോണാകട്ടെ, എന്തായാലും ഒരു മെഷീനാകട്ടെ, അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിൻ്റെ പ്രയോജനം എനിക്ക് എങ്ങനെയാണ് ലഭിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടാകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കർമ്മം ചെയ്യുന്നവരല്ലേ നിങ്ങൾ? ഇനി എത്ര സമയമുണ്ട്? സമയം പറയണം കേട്ടോ. പറയാമോ? ഇവിടെ ഇരിക്കുന്നവർ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കർമ്മം ചെയ്യുന്നില്ലേ? എല്ലാവരും കർമ്മം ചെയ്യുന്നില്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഉറങ്ങുന്നത് വരെ ഉണ്ടോ ഇല്ലയോ? പല പല കർമ്മങ്ങൾ ചെയ്യുന്നു. ശരിയാണോ? ശരിയല്ല. നിങ്ങൾ ഒരു കർമ്മവും ചെയ്യാറില്ല. എന്താ അങ്ങനെ പറയുന്നതെന്നാണ്. എന്താണ് ഈ കർമ്മം എന്ന് നമ്മൾ അറിയുന്നില്ല. അതാണ് ഞാൻ പറയാൻ കാര്യം. നിങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്നെയും കൂടെ ചേർക്കുന്നില്ല, കാരണം ഞാൻ കുറച്ച് വ്യത്യസ്തനാണ് ആ കാര്യത്തിൽ. വെറും അധ്വാനമാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. വി ആർ ആൾ ഡൂയിങ് വർക്ക്. നമ്മൾ ചെയ്യുന്നത് വർക്കാണ്, അധ്വാനമാണ്. നമ്മൾ ചെയ്യുന്നത് വേലയാണ്. നമ്മൾ ചെയ്യുന്നത് ജോലിയാണ്. നമ്മൾ ചെയ്യുന്നത് വൃത്തിയോ പ്രവൃത്തിയോ ആണ്. നമ്മൾ ചെയ്യുന്നത് കർമ്മമല്ല. അല്ല. സായിപ്പാണ് നമ്മളെ പഠിപ്പിച്ചത്, വർക്ക് ഈസ് വർഷിപ്പ്, നെവർ. വർക്ക് വർഷിപ്പ് അല്ല. യോഗ കർമ്മസ്സു കൗശലം എന്ന് പറയുന്നുണ്ട്. കർമ്മം കൗശലത്തോടുകൂടി ചെയ്യണം. കൗശലത്തോടുകൂടി കർമ്മം ചെയ്താൽ എന്താകും? യോഗയാകും, പൂജയാകും.
വർഷിപ്പാകും. അപ്പൊ കർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിച്ചോളാം. കർമ്മം എന്നുള്ളത് പറയാൻ തന്നെ 3 മണിക്കൂർ എടുക്കും. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. അതിൽ അവസാനത്തെ വരി യജ്ഞ കർമ്മ സമുദ്ഭവ. യജ്ഞമുണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ കർമ്മത്തിൽ നിന്നാണ്. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്ന് യജ്ഞം ഉണ്ടായാൽ മാത്രമേ, യജ്ഞഫലം സിദ്ധിച്ചാൽ മാത്രമേ അതിനെ കർമ്മം എന്ന് വിളിക്കാവൂ. ഇനി കുറച്ചുകൂടെ വിശദമാക്കാം അല്ലേ. അന്നാത് ഭവന്തി ഭൂതാനി, അന്നത്തിന് നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം, ഗ്രന്ഥങ്ങൾ, ധർമ്മഗ്രന്ഥങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അന്നം ബ്രഹ്മൈവ ഭവതി, അന്നം തന്നെയാണ് ബ്രഹ്മമായി തീരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിച്ച ആഹാരമല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ അല്ലേ? നമ്മൾ കഴിച്ച ആഹാരമല്ലേ ഈ കാണുന്നത്? നിങ്ങൾ ഗർഭിണിയായിരുന്ന സമയത്ത് കഴിച്ച ആഹാരമല്ലേ ആ കുഞ്ഞിൻ്റെ ശരീരം അല്ലേ? ആഹാരം കഴിക്കാതിരുന്നാൽ ശരീരത്തിൽ ആ കുഞ്ഞ് വളരുമോ? നമ്മൾ 50, 60, 70, 80, 90, 100, 150 ഒക്കെ കിലോ ആയിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ എന്താ? നമ്മൾ കഴിച്ച ആഹാരമാണ്. ഒരു മാസം ആഹാരം കഴിക്കാതിരുന്ന് നോക്കൂ, എത്രയുണ്ടാകും ശരീരത്തിൻ്റെ ഭാരം? നമുക്ക് ആർക്കെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റുമോ? അന്നം ബ്രഹ്മൈവ ഭവതി, അന്നം അന്നേ പ്രതിഷ്ഠിതം, അന്നം ബഹുകുർവേദ. അതുകൊണ്ട് അന്നം വളരെയധികം ഉണ്ടായിക്കൊള്ളാനാണ് പറയുന്നത്. അന്നം ഉണ്ടാക്കാതിരിക്കാനല്ല പറഞ്ഞത്. ആഹാരം ഉണ്ടാക്കാതെയും ആഹാരം കഴിക്കാതെയും നിങ്ങൾ തപസ് ചെയ്തോളൂ എന്നൊന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല. അന്നത്തെ ഈശ്വരനായി ബ്രഹ്മമായി സങ്കല്പിച്ചുകൊണ്ട് ആണ് ആചാര്യന്മാർ നമ്മെ ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ടാക്കും ആഹാരം. കാരണം ആഹാരമില്ലാതെ ജീവരാശികളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അന്നാത് ഭവന്തി ഭൂതാനി, ഭൂതങ്ങൾ, ജീവജാലങ്ങൾ അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്നമില്ലെങ്കിൽ ഇല്ല. അപ്പൊ അത്രയും പ്രാധാന്യം അന്നത്തിനുണ്ട്. അന്നാൽ ഭവന്തി ഭൂതാനി. അപ്പം ഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് അന്നം വേണം. ഇനി അന്നം എങ്ങനെ ഉണ്ടാകുന്നു? അന്നം എവിടെ നിന്നുണ്ടാകുന്നു? പർജന്യാത് അന്നസംഭവ. പർജന്യം മഴ, വൃഷ്ടി. മഴയിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്. മഴയില്ലെങ്കിൽ അന്നമില്ല. ഉണ്ടോ? മഴയില്ലെങ്കിൽ അന്നം ഉണ്ടാകുമോ? ഇല്ല. പിന്നെയോ മഴ എങ്ങനെ ഉണ്ടാവും? യജ്ഞാത് ഭവതി പർജന്യോ. യജ്ഞം ഉണ്ടെങ്കിലേ മഴയുള്ളൂ. യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ ഹോമം ചെയ്യുന്നത് മാത്രമൊന്നുമല്ല യജ്ഞം. മനസ്സിലായോ? അല്ലെ സപ്താഹം എന്നുള്ള പേരിൽ നടക്കുന്നത് മാത്രമല്ല യജ്ഞം. നവാഹം എന്നുള്ള പേരിൽ നടക്കുന്നത് മാത്രമല്ല യജ്ഞം. ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് മാത്രമല്ല യജ്ഞം. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ നടക്കണം യജ്ഞം. ആ യജ്ഞം നടക്കണമെങ്കിലോ യജ്ഞ കർമ്മ സമുദ്ഭവ. കർമ്മം നമ്മൾ ചെയ്യണം. അധ്വാനിച്ചാൽ പോരാ, കർമ്മം ചെയ്യണം. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? കർമ്മം ചെയ്താൽ യജ്ഞമുണ്ടാകും, യജ്ഞമുണ്ടായാൽ മഴയുണ്ടാകും, മഴയുണ്ടായാൽ അന്നമുണ്ടാകും, അന്നമുണ്ടായാൽ ജീവജാലങ്ങൾ നിലനിൽക്കും. അപ്പൊ എവിടെ നിന്ന് തുടങ്ങി? കർമ്മത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതാണ് കർമ്മത്തിന്റെ മഹത്വം. അതുകൊണ്ടാണ് ഭഗവത്ഗീത കർമ്മത്തിന്, കർമ്മയോഗത്തിന് ഇത്രയും അധികം പ്രാധാന്യം കൽപ്പിച്ചത്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നു. വർക്ക് വേറെ, സായിപ്പ് പഠിപ്പിച്ചു വർക്ക് ഈസ് വർഷിപ്പ്. അമ്പലത്തിൽ പോകാൻ മടിയുള്ളവൻ, ഈശ്വരനെ പരസ്യമായി തൊഴാൻ മടിയുള്ളവൻ, അത് ഭർത്താവായിരിക്കാം, അച്ഛനായിരിക്കാം, ജ്യേഷ്ഠനായിരിക്കാം, അനിയനായിരിക്കാം, പാർട്ടിക്കാരനായിരിക്കാം, മന്ത്രിയായിരിക്കാം, കൈ കൂപ്പിത്തൊഴാൻ മടിയുള്ളവൻ, കൈ കെട്ടി നിൽക്കാൻ സന്തോഷമുള്ളവൻ, ഇവരൊക്കെ എന്താ പറയുന്നത്? വർക്ക് ഈസ് വർഷിപ്പ്. വർക്ക് ഈസ് വർഷിപ്പ്. എൻ്റെ ജോലിയാണ് എൻ്റെ വർഷിപ്പ്, എൻ്റെ പൂജ, എൻ്റെ ആരാധന. അതാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ പറയണം കളിമണ്ണ് എന്ന് പറയുന്നത് കുടമാണ്. ആണോ? സ്വർണം എന്ന് പറയുന്നത് ആഭരണമാണ്. നിങ്ങൾ പറയുന്നു വർക്ക് ഈസ് വർഷിപ്പ്. ദെൻ മൈ ക്വസ്റ്റ്യൻ, ദെൻ ഗോൾഡ് ഈസ് ഓർണമെന്റ്, ദെൻ ക്ലേ ഈസ് പോട്ട്. സ്വർണം ആഭരണമാണോ? കുറച്ച് സ്വർണം തരാം, നിങ്ങൾ എവിടെ ഇടും? എവിടെ ധരിക്കും? ഞാൻ സ്വർണം തരാം, അത് എവിടെയാണ് നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുക? എവിടെ? വല്ല ബാഗിൽ വല്ലത് ഇട്ട് വയ്ക്കാനെന്നല്ലാതെ എവിടെയെങ്കിലും കെട്ടിത്തൂക്കാൻ പറ്റുമോ സ്വർണം തന്നാൽ? അപ്പൊ സ്വർണത്തെ ആഭരണമാക്കി തരണം, ഇല്ലേ?
അപ്പം സ്വർണം, ഗോൾഡ് ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ഓർണമെന്റ്. ഇപ്പൊ സ്വർണത്തെ ആഭരണമാക്കി കൺവേർട്ട് ചെയ്താൽ, പരിവർത്തനം വരുത്തിയാൽ മാത്രമേ അത് ആഭരണം എന്ന് പറയാൻ പറ്റൂ. സ്വർണത്തെ ആഭരണം എന്ന് പറയാൻ പറ്റില്ല. ചെളിയ കുടം എന്ന് പറയാൻ പറ്റുമോ? ചെളിയ കുടമാക്കിയാൽ മാത്രമേ എന്താണ് ക്ലേ പോട്ടെന്ന് പറയാൻ പറ്റൂ. ക്ലേ പോട്ടാണോ? ക്ലേ ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ദി ഷേപ്പ് ഓഫ് എ പോട്ട്. അപ്പൊ അതിനെന്താ വേണ്ട? അതിനൊരു സ്കില്ല് വേണം, അതിനൊരു പ്രവൃത്തി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട്, ഒരു സ്കില്ല് ഉണ്ട്. ഇല്ലേ? ഇല്ലെങ്കിൽ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ ഞാൻ ചെളി തരാം, കുടം ഉണ്ടാക്കി തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാൻ കുറച്ച് സ്വർണം തരാം, നിങ്ങൾക്കത് മാലയാക്കാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചെന്നൈയിലൊന്നും കൊണ്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഇല്ലേ? പലയിടത്തും കൊണ്ടുപോയത് എന്താണ്? ഈ കൊണ്ടുപോയ ആളിന് ആ സ്കില്ലില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി തന്നെ അതൊക്കെ ചെയ്തനെ ഇന്നിപ്പോൾ ആരും അറിയുകയില്ലായിരുന്നു. അപ്പം ഗോൾഡ് സ്വർണ്ണമല്ല, സ്വർണം എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്നത് ആഭരണമല്ല, ചെളി എന്ന് പറയുന്നത് പോട്ടല്ല, ദോശമാവ് ദോശയല്ല, ഇഡലി മാവ് ഇഡലിയുമല്ല, പാല് തൈരല്ല, തൈര് മോരല്ല, തൈര് വെണ്ണയല്ല, വെണ്ണ നെയ്യുമല്ല. അപ്പൊ ഇതൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള പരിചയവും പദ്ധതിയും നമുക്കുണ്ടാകണം. അപ്പം വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയണമെങ്കിൽ വർക്ക് ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു വർഷിപ്പ്. വർക്കിനെ നമ്മൾ വർഷിപ്പാക്കി കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മുടെ പ്രവൃത്തിയെ നമ്മൾ കർമ്മമാക്കി മാറ്റണം. പ്രവൃത്തിയും കർമ്മം ഒന്നല്ല, പ്രവൃത്തിയെ കർമ്മമാക്കി മാറ്റണം, ചെളിയെ കുണമാക്കി മാറ്റണം, സ്വർണത്തെ ആഭരണമാക്കി മാറ്റണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും, രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും കർമ്മമാക്കി മാറ്റാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് കഴിയുന്നില്ല? നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നേയില്ല. കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല, അതിൻ്റെ പ്രയോജനം നമ്മൾ അറിയുന്നില്ല, അതിൻ്റെ ഗുണം നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല, സ്കൂളിൽ നമ്മളത് പഠിച്ചിട്ടില്ല, കോളേജിൽ നമുക്കത് ലഭിച്ചിട്ടില്ല, IAS-നും അതിനുള്ള പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല. മന്ത്രിയാവാൻ പിന്നെ പറയാൻ വേണ്ടല്ലോ, അല്ലേ? അവിടെ കിട്ടുന്ന പരിശീലനം എന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ശരി, വർക്ക് ഈസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു വർഷിപ്പ്. അപ്പൊ ഞാൻ നാളെ നിങ്ങളോട് ഞാൻ പറയുന്നു, അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, അയ്യോ കഷ്ടമായി പോയി എന്ന് വിഷമിച്ചിരിക്കുന്ന അമ്മമാരുണ്ട്. കാരണം അതിഥികൾ കയറി വന്നു കുറച്ച് പേര്, അപ്പൊ അവർക്ക് ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിലായി അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ല, വലിയ വിഷമായിപ്പോയി, ഇല്ലേ? യാതൊരു വിഷമവും വേണ്ട. നിങ്ങൾ അതിഥികൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ അമ്പലത്തിൽ പോയി തൊഴുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കർമ്മമായി മാറ്റണം. എന്താണെന്നറിയാമോ? എങ്ങനെ മാറ്റാൻ പറ്റും? ആഹാരം പാചകം ചെയ്യുന്നതൊരു ജോലിയല്ലേ? അല്ല, ഈ ജോലിയെ നമുക്ക് കർമ്മമാക്കാം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഭഗവാന് വേണ്ടി ആഹാരം പാചകം ചെയ്യുന്നത് ജോലിയാണോ? അത് പൂജയല്ലേ? ആഹാരം പാചകം ചെയ്യുന്ന സ്ഥലത്തിനെ നമ്മൾ അടുക്കള എന്നാണോ വിളിക്കുന്നത്? അതിനെ തിടപ്പള്ളി എന്നല്ലേ വിളിക്കുന്നത്, ഇല്ലേ? ഈ പാചകം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എത്രത്തോളം ശുദ്ധമായിട്ടാണ്, എത്രത്തോളം ശുദ്ധമായ സ്ഥലത്താണ്, അത് മന്ത്രം ജപിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഭഗവാന് നിവേദിക്കാനുള്ളതാണ് എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത. ഞാൻ സമസ്ത ജീവികളുടെയും പ്രാണികളുടെയും ഉദരത്തിൽ കുടികൊള്ളുന്നു. ഇപ്പൊ നിങ്ങളുടെ ഉദരത്തിലും ഉണ്ട്, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയവും വേണ്ട. നമ്മുടെയൊക്കെ വയറ്റിൽ കുടികൊള്ളുന്നു. എങ്ങനെ? ജഠരാഗ്നിയാണ്, അഗ്നിയാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് വൈശ്വാനരാഗ്നി. ആ അഗ്നി ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ആ അഗ്നി പ്രാണൻ തന്നെയാണ്, പ്രാണസ്വരൂപമായി. ഡെഡ് ബോഡിയിൽ അഗ്നിയില്ലല്ലോ, ഉണ്ടോ? ഡെഡ് ബോഡി ആഹാരം കഴിക്കുമോ? വയറ് കീറി കുറച്ചങ്ങ് അകത്തിട്ട് കൊടുത്താൽ ദഹിക്കുമോ? അപ്പൊ ദഹിക്കണമെങ്കിൽ അഗ്നി പ്രവർത്തിക്കണം. ആ അഗ്നി പ്രാണനാണ്, ആ അഗ്നി വൈശ്വാനരനാണ്, ആ അഗ്നി ജഠരാഗ്നിയാണ്. അത് ഞാനാണ്. ഞാൻ സമസ്ത പ്രാണികളുടെയും ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആഹാരം കഴിക്കുകയാണോ? ഞാൻ ഇനിയൊരു രഹസ്യം വെളിവാക്കാം. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം.
സ്വാമി ആഹാരം കഴിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ആഹാരം കഴിക്കുന്നവരാണോ? കഴിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. വെള്ളം കുടിക്കാറുണ്ടോ? ഉണ്ട്. ഞാനോ? അതല്ലേ, അങ്ങനെ ചെയ്യാറില്ലേ? പിന്നെ ഇങ്ങനെ ശരീരമൊക്കെ ഉണ്ടാവും. എന്നാൽ ഞാനൊരു സത്യം പറയാം. സ്വാമിമാര് കള്ളം പറയാറില്ലല്ലോ. ചില സ്വാമിമാര്, സ്വാമി എന്നാണ് ഞാൻ പറയാം, സ്വാമിയല്ല. സ്വാമിമാര് കള്ളം പറയില്ല, സ്വാമിമാര് ചിലപ്പോൾ കള്ളം പറഞ്ഞിരിക്കും, സത്യം വല്ലപ്പോഴും. എന്തായാലും ഞാൻ കള്ളം പറയാറില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ആഹാരം കഴിക്കാറേ ഇല്ല. ഇപ്പൊ കഴിച്ചിട്ട് കുറേ കാലമായി. നിങ്ങൾ കഴിക്കാറുണ്ട്. നിങ്ങൾ നാളെ തൊട്ട് ആഹാരം കഴിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ വെക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി സ്വാമി ഇങ്ങോട്ട് വരണ്ട എന്നായിരിക്കും അല്ലേ? എന്നാൽ ഇന്നത്തെ ഈ സത്സംഗം കഴിഞ്ഞ് നിങ്ങൾ പോയാൽ നിങ്ങൾ ഇനി ആഹാരം കഴിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഞാൻ കൂടോത്രമൊന്നും ചെയ്യില്ല കേട്ടോ. മന്ത്രവാദം ചെയ്തല്ല ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. ഒരു മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം? ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ഞാനാണെന്ന്. അപ്പൊ നമ്മൾ കഴിക്കുകയാണോ കൊടുക്കുകയാണോ? നമ്മൾ ഭഗവാന് കൊടുക്കുകയാണോ നമ്മൾ കഴിക്കുകയാണോ? അകത്ത് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് പൂജാരി അവിടെ ഇരുന്ന് കഴിക്കുകയാണോ ഇന്ന്? ആണോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടുത്തെ ആളിനെ എനിക്ക് നേരിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആളല്ല. കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുകയല്ല വേണ്ടത്, നമ്മൾ ആഹാരം കൊടുക്കുകയാണ് വേണ്ടത്. ആ കൊടുക്കലിന് ഭഗവാനാണ് കൊടുക്കുന്നതെങ്കിൽ ആ കൊടുപ്പിന് വേറൊരു പേരുണ്ട്, നിവേദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആഹാരവും വെള്ളവും ഒക്കെ നിവേദിക്കുക. മനസ്സിലാണ്ടോ? അപ്പൊ നാളെ തൊട്ട് നിങ്ങൾ ആഹാരം കഴിക്കുമോ? നാളെ മുതൽ ആഹാരം കഴിക്കുമോ? സ്വാമി നാളെ പറയണം, ഇന്ന് രാത്രി പോയാലേ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് വന്നിരിക്കുക. അപ്പൊ നമ്മളിനി ആഹാരം കഴിക്കരുത്. ആഹാരം മുമ്പേ വരുമ്പോൾ ഇത് ഭഗവാനെ ഉള്ളിൽ കാണണം. ആ അഗ്നിസ്വരൂപനായ ഭഗവാൻ, ഉള്ളിലൊരു ഹോമകുണ്ഡം അറിയാമല്ലോ, അതിൽ തീ കത്തും അല്ലേ? അങ്ങനെ അഗ്നിസ്വരൂപമായ ഭഗവാനെ നമ്മൾ കണ്ടിട്ട് ആ ഭഗവാന് ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കുക. പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, എല്ലാ ആഹാരവും ഭഗവാൻ കഴിക്കില്ല. ഭഗവാൻ നോക്കും, അതിൽ വാലുണ്ടോ, കാലുണ്ടോ, എല്ലുണ്ടോ, ഇതൊക്കെ ഭഗവാൻ നോക്കും. രക്തമുള്ളതാണോ? അപ്പൊ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാന് എന്തൊക്കെ കഴിക്കുമെന്ന് അവരവർക്ക് അറിയാമല്ലേ? ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഭഗവാൻ കഴിക്കുന്നുണ്ടോ? ഭഗവാൻ ഇഷ്ടപ്പെടാതെ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ RCCയിലൊക്കെ പോകുന്നത്. ക്യാൻസർ സെന്ററിലും മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും അല്ലേ, കിംസിലും മിംസിലും നിംസിലും ഒക്കെ പോകും. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നത് ഒരു അധ്വാനമാണ്, പക്ഷേ ആഹാരം നിവേദിക്കുന്നത് കർമ്മമാണ്. ആഹാരം കഴിക്കുന്നത് ജോലിയാണ്, അല്ലെങ്കിൽ വേലയാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയാണ്, വർക്കാണ്. പക്ഷേ ആഹാരം കൊടുക്കുന്നത് വർഷിപ്പാണ്. നമ്മൾ കഴിക്കുന്ന ജോലിയും കൊടുക്കുന്ന കർമ്മവും തമ്മിൽ സമയത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ ആഹാരം ഇന്നലെ വരെ ഇന്നും കഴിച്ചുകൊണ്ടിരിക്കണം, അത്രയും സമയം തന്നെ മതി. ഭഗവാനെ കുറിച്ചൊന്ന് വിചാരിക്കേ. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ്, ഞാൻ തന്നെയാണ്. നിങ്ങൾ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അങ്ങ് കൊടുക്കൂ. അത് എന്തായി മാറും? കർമ്മമായി മാറും. ആ കർമ്മത്തിൽ നിന്ന് യജ്ഞമുണ്ടാകും. ആ യജ്ഞത്തിൽ നിന്ന് വൃഷ്ടി ഉണ്ടാകും. ഇതാണ് സനാതന ധർമ്മം. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന അമ്മയ്ക്ക് ഈ അടുക്കളയിൽ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയും അല്ലേ? ഭർത്താവിന് വെച്ച് കൊടുക്കണം, മക്കൾക്ക് മൂന്ന് പേരുണ്ടാവില്ലല്ലോ. 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്ക് 2 സാധനം വേണം ഇല്ലേ? അമ്മയ്ക്ക് വേണം, നാത്തൂന് വേണം. ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന പല അമ്മമാരെ എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ വയ്ക്കുമ്പോൾ നാത്തൂൻ്റെ വയറ്റിലിരിക്കുന്നതും ഈ കൃഷ്ണനാണ്, അമ്മയുടെ വയറ്റിലിരിക്കുന്നതും ഈ പാർത്ഥസാരഥി തന്നെയാണ്. ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ അനിയൻ്റെയും ജ്യേഷ്ഠൻ്റെയും അയൽവക്കക്കാരൻ്റെയും അതിഥിയുടെയും വയറ്റിലിരിക്കുന്നതെല്ലാം ഇതേ കൃഷ്ണൻ തന്നെയാണ് എന്ന് സങ്കല്പിച്ചിട്ട് ആ കൃഷ്ണന് നിവേദ്യമുണ്ടാക്കുകയാണ് എന്നുകൂടി വന്നാൽ, ഞാൻ ഉണ്ടാക്കുന്ന നിവേദ്യമാണ് ഇത്രയും വയറുകൾക്കുള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ കഴിക്കുന്നത് എന്നുകൂടി സങ്കല്പിച്ചാൽ അടുക്കളയിൽ ചെയ്യുന്നത് വർക്കല്ല, അത് വർഷിപ്പാണ്. അത് പ്രവൃത്തിയല്ല, അത് കർമ്മമാണ്. എന്തെങ്കിലും ചെലവ് കൂടുതലുണ്ടോ? സമയം കൂടുതലുണ്ടോ? ഒന്നുമില്ല. കുളിക്കുമ്പോൾ
ഇനി അതുകൂടെ ചോദിക്കല്ലേ നിങ്ങൾ കേട്ടോ, സ്വാമി കുളിക്കാറുണ്ടോ എന്ന്. ഞാൻ കുളിക്കാറില്ല, ഞാൻ അഭിഷേകമാണ് ചെയ്യുന്നത്. നിങ്ങളും നാളെ തൊട്ട് കുളിക്കരുത്. എന്തെല്ലാം അബദ്ധമാണല്ലേ ഇതൊക്കെ. ആരെങ്കിലും എടുത്ത് ടി വിയിലൊക്കെ കൊടുത്ത്, ചാനലുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്വാമി ഒന്ന് കുളിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയും. കുളിക്കരുത്, നിങ്ങൾ അഭിഷേകമേ ചെയ്യാവൂ. പക്ഷെ ഷവർ തുറന്നൊക്കെ വയ്ക്കുമ്പോഴോ നീ കപ്പിലോ അല്ലെ ബക്കറ്റിലോ ഒക്കെ എടുത്ത് നിറയെ ഒഴിക്കുമ്പോഴോ ഭഗവാന്റെ ശിരസിലൂടെ വെള്ളം ഒഴിക്കുന്നതായി, ആ വെള്ളം ഒഴിക്കുന്നതിനെയും കുളിപ്പിക്കുന്നതിനെയും അഭിഷേകം എന്ന ഒരു പേരാണുള്ളത്. അപ്പം നമ്മൾ കുളിക്കാറില്ല, അഭിഷേകം ചെയ്യാറേ ഉള്ളൂ. എങ്കിൽ കുളിക്കുന്നതും പൂജയാണ്. മനസ്സിലുണ്ടോ? നമ്മൾ അഭിഷേകം ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഇത് അമ്പലത്തിൽ കയറി ഭഗവാന്റെ തലയെ കൂടെ വെള്ളം ഒഴിക്കുന്നത് മാത്രമല്ല അഭിഷേകം. സങ്കല്പം കൊണ്ട് കുളിയെ നമുക്ക് അഭിഷേകമാക്കാം, കഴിക്കുന്നതിനെ നിവേദ്യമാക്കാം, പൂജയാക്കാം. ഇനി എന്താ പാടില്ലാത്തത്? അടിച്ചു വരുന്നതാണോ? മുറ്റം വരുന്നതാണോ? മുറ്റം അടിച്ചു തെളിക്കുന്നതാണോ? അതും പൂജയാണ്. എങ്ങനെ? ഭഗവാന്റെ ശരീരമാണ് ഈ പ്രപഞ്ചം. വിരാട് സ്വരൂപനായ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. ആ ചൈതന്യത്തെ ഹിരണ്യഗർഭൻ എന്ന് പറയും. എന്തായാലും ഈ പ്രപഞ്ചത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ മാറ്റുന്നു. ക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് പൂജാരി എങ്ങനെയാണോ നിർമാല്യം എന്നുള്ള പൂജ നടത്തുന്നത്, ഇന്നലത്തെ പുഷ്പവും കാര്യങ്ങളും ഒക്കെ മാറ്റി തേച്ച് വൃത്തിയാക്കുന്നത്, അതുപോലെ നമുക്ക് നമ്മുടെ മുറ്റമടിക്കുമ്പോഴും നമ്മൾ പരിസരം വൃത്തിയാക്കുമ്പോഴും സങ്കല്പിക്കുവാൻ കഴിഞ്ഞാൽ അത് നീചമായ, മോശമായ, തരം താണ, വിദ്യാഭ്യാസമുള്ള, ഡിഗ്രികളുള്ള ഒരാളിന് യോജിക്കാത്തതാണ് എന്നൊന്നുമുള്ളൊരു ചിന്ത നമുക്ക് വരില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് അതാണ്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഗുരുനാഥൻ തിരുവനന്തപുരത്ത് ശ്രീരാമനവമി ആഘോഷത്തിൻ്റെ ഭാഗമായി 12 ദിവസം നടത്തിയ ഹൈന്ദവ സമ്മേളനങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ദിവസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എഴുന്നള്ളത്താണ്, ആറാട്ടാണ്. ആ ആറാട്ട് നടക്കുന്നതിൻ്റെ തലേ ദിവസം രാവിലെ തൊട്ട് ചെയ്യുന്ന പൂജ നഗര ശുചീകരണ പൂജയാണ്. കുട്ടയും വട്ടിയും മൺവെട്ടിയും കുന്താലിയും എല്ലാം എടുത്തുകൊണ്ട് സ്വാമിയുടെ ഭക്തന്മാർ പറയാ പോവും. അതിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാ പദവിയിലുള്ളവരുമുണ്ട്, സാധാരണക്കാരുണ്ട്. സ്വാമിക്ക് അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി? എല്ലാവരും കൂടെ നിന്നിട്ട് 24 മണിക്കൂർ തുടർച്ചയായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചാല കമ്പോളത്തിൻ്റെയൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ചത്ത പെരിച്ചാഴിയും എലിയും അതും ഇതും ചപ്പും ചവറും ഇതെല്ലാം വാരി ലോറിയിലാക്കി എത്രയോ ലോറി കണക്കിന് ലോഡ് മാറ്റിയിട്ടുണ്ട്. നഗര ശുചീകരണം. ശബരിമല വൃത്തിയാക്കുന്നതിന് സ്വാമിജി പോയിട്ടുണ്ട്. എത്രയോ പേർ അദ്ദേഹത്തിന് അനുഗമിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോടൊപ്പം നിന്ന് വൃത്തിയാക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊന്നും സ്വാമിജിയുടെ ഈശ്വരൻ വിട്ടുപോയിട്ടില്ല, സ്വാമിജിയുടെ തപസ് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ എന്നാണിത് പഠിക്കുന്നത്? കേന്ദ്രമന്ത്രിയായിരുന്ന വിജയരാജ സിന്ധ്യ സ്വാമിയെ കാണാൻ വന്നപ്പോൾ സ്വാമി ചാലക്കമ്പോളത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചൂലും വെച്ചിട്ട്. അവരവിടെ വീണ് നമസ്കരിച്ചിട്ട് സ്വാമി ഞാൻ കുറച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരത് വാങ്ങി ക്ലീൻ ചെയ്തു പോയി. അതിന് ശേഷമാണ് എന്താണ് മോഡിജി കൊണ്ടുവന്ന സ്വച്ഛ ഭാരതൊക്കെ വന്നിട്ടുള്ളത്. ശബരിമലയിലും സംഭവിച്ചത് സ്വാമിജിയാണ് ആദ്യമായിട്ട് അവിടെ പോയത്. എൻ്റെ ഗുരുവായോണ്ട് പറയല്ല, ഞാൻ ഈ പറയാൻ കാര്യം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും കർമ്മമാക്കി മാറ്റുവാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടാകണം. അതിനെയാണ് കൗശലം എന്ന് പറയുന്നത്. യോഗ കർമ്മസു കൗശലം. നാട്ടിൻപുറത്തുള്ളവരല്ലേ? ചക്ക ഇഷ്ടമാണോ? ചക്ക, ജാക്ക് ഫ്രൂട്ട് ഒന്നും പറയണ്ടല്ലോ അല്ലേ? ചക്ക എന്ന് പറഞ്ഞാൽ അറിയാം. ചക്ക ഇഷ്ടമാണ്. എന്നാൽ മുറിച്ച് അതിൻ്റെ ചുളയൊക്കെ എടുക്കുന്നത് ഇഷ്ടമാണോ? അത് വലിയ ഇഷ്ടമെന്നുള്ള കാര്യമൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ എടുത്ത് തന്നാൽ ഇഷ്ടമാണ്. കാരണം എന്താ? നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കയ്യിൽ ഒട്ടും അല്ലേ? പക്ഷെ അത് ഒട്ടാതിരിക്കുവാനുള്ള ഒരു കൗശലം നിങ്ങൾക്കറിയാം. കുറച്ച് എണ്ണ പുരട്ടും. യോഗ കർമ്മസു കൗശലം. ഇപ്പൊ ചക്കയിലുള്ള അരക്ക കയ്യിൽ ഒട്ടാതിരിക്കാൻ ഏത് കൗശലമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, എണ്ണ പുരട്ടുന്ന കൗശലം ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ മനസ്സിലൊട്ടാതിരിക്കാൻ നിങ്ങൾക്കൊരു കൗശലം ഉണ്ടാകണം. ആ കൗശലമാണ് ഞാൻ ഈ പറഞ്ഞ പ്രവൃത്തിയെ കർമ്മമാക്കി മാറ്റുന്ന കൗശലം. നമ്മൾ ആരെയും സഹായിക്കുന്നതല്ല, ആർക്കും വേണ്ടി നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ഈശ്വരാർപ്പണമായിട്ടാണ്. അങ്ങനെ 24 മണിക്കൂറും നമ്മൾ പ്രവൃത്തിയല്ല ചെയ്യുന്നത്, കർമ്മമാണ്. എങ്കിൽ നിങ്ങൾക്ക് ഒരു തപസ്സും ആവശ്യമില്ല എന്ന് ഞാൻ എവിടെയും നിന്ന് പറയും. നിങ്ങൾ ബ്രഹ്മചാരിയാകട്ടെ, ഗൃഹസ്ഥനാകട്ടെ, അതല്ല വാനപ്രസ്ഥനാകട്ടെ, സന്യാസിയാകട്ടെ, ഇതില്ലാതെ ജീവിച്ചാൽ ഒരു പ്രയോജനവുമില്ല.
ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കാണിക്കയിട്ടത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയൊന്നുമില്ല. വേറെ ചിലരൊക്കെ രക്ഷപ്പെടും. പിന്നെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നത് നമുക്ക് സന്തോഷമാണെങ്കിൽ ഇനിയും ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ഇങ്ങനെ മറ്റുള്ളവൻ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചു പോയി. തെറ്റായി പഠിപ്പിച്ചതെല്ലാം ശരിയാണെന്ന് നമ്മൾ ധരിച്ചുപോയി. എങ്ങനെ വേണമോ നമ്മളെ വളയ്ക്കാം, എങ്ങനെ വേണമോ നമ്മളെ ഒടിക്കാം. ഈ അനുഭവത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. ഇനി മാറി ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണിത് എന്ന് നമ്മൾ വളരെ 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 വ്യക്തമായി ചിന്തിക്കണം. അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാകുന്നതുവരെ നമ്മുടെ സമരം തുടരണം. ഭാരതം ഹിന്ദു രാഷ്ട്രമാകുന്നതുവരെ നമ്മുടെ സമരം തുടരണം. സനാതന രാഷ്ട്രമൊന്നുമല്ല, ഹിന്ദു രാഷ്ട്രം തന്നെ, യാതൊരു സംശയവും വേണ്ട. ആ ഹിന്ദു രാഷ്ട്രം എങ്ങനെയിരിക്കുമെന്നറിയാമോ? ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഇതിനേക്കാൾ നന്നായി സഹോദരന്മാരായി സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സഹവർത്തിത്തോടുകൂടി ജീവിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന പ്രത്യയ ശാസ്ത്രക്കാരാണ് ഹിന്ദുവിനെ വർഗീയവാദി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം അല്ലെങ്കിൽ സെക്കുലാറിസം എന്നുള്ള ഒരു വാക്ക് വരുന്നതിന് മുമ്പ്, നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഭാരതം ആക്രമണത്തിന് വിധേയമാകുന്നതിനും മുമ്പ്, ആയിരത്താണ്ടുകൾ മുമ്പ് ഈ ഭാരതത്തിൽ ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ആക്രമിക്കാൻ വന്ന ക്രിസ്ത്യാനികൾക്ക് സായിപ്പന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ആക്രമിക്കുവാൻ വന്നവനും മണ്ണും പെണ്ണും പൊന്നും കൊടുത്ത് അവനെ സ്വീകരിച്ച ഒരു സംസ്കാരം നമ്മൾ കാണിച്ചു പോയതാണ്. കഴുതയ്ക്ക് കൂടാരത്തിൽ ഇടം കൊടുത്തവന്റെ അവസ്ഥ ഇവിടുത്തെ ഹിന്ദുവിനുണ്ടായി. ഇന്നിവിടെ ഹിന്ദുവിന് എത്ര മണ്ണുണ്ട്, എത്ര മണ്ണുണ്ട്, എത്ര ബിസിനസ് ഉണ്ട്, എത്ര ഉടമസ്ഥ അവകാശമുണ്ട്, എത്ര വോട്ടിംഗ് പവർ ഉണ്ട്. 8 മണി ഇവിടെ കൊട്ടിയപ്പോ നമ്മുടെ എന്താണ് പ്രഭാഷണത്തിന്റെ മുകളിലൊരു കൊട്ടാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഇനി എത്ര മിനിറ്റ് ഉണ്ട് പറഞ്ഞു? ആയി, ഓക്കെ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കും. നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ അഭിമാനമുള്ള ഒരു ജനത നമുക്കുണ്ടാകട്ടെ. അടുത്ത തലമുറയെ നമ്മൾ ബലി കൊടുക്കാതെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. ജാതിയുടെയും പാർട്ടിയുടെയും ഒക്കെ അതിർവരമ്പുകളിൽ കുടുങ്ങിപ്പോകാതെ ജാതിക്കും പാർട്ടിക്കുമൊക്കെ അതീതമായി ഞാൻ ഹിന്ദുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ലോകം ഒരു കുടുംബം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മുസ്ലിം വേറെയല്ല, ക്രിസ്ത്യാനി വേറെയല്ല, കമ്മ്യൂണിസ്റ്റ് വേറെയല്ല, കോൺഗ്രസ് വേറെയല്ല, പുല്ലും പുഴുവും പാമ്പും പശുവും കടലും നദിയും പർവ്വതവും വേറെയല്ല. ഇതെല്ലാം ചേർന്ന ഒരു കുടുംബത്തിന്റെ സുന്ദരമായ ഒരു ചിത്രീകരണമാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് കണ്ടുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രഖ്യാപിച്ച ആ സംസ്കാരം ഇവിടെ നിലനിന്നാൽ മാത്രമേ ഭാരതം നിലനിൽക്കൂ, നമ്മുടെ തലമുറകൾ നിലനിൽക്കൂ, ഈ സംസ്കാരം നിലനിൽക്കൂ. അതിന് നമ്മൾ കേട്ടതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അല്പം സമയം ജീവിതത്തിൽ മാറ്റിവെക്കുക. ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു സമയം കൂടി നമ്മൾ കണ്ടെത്തുക. ക്ഷേത്ര ഭാരവാഹികൾ ഇതിനുള്ള ഒരു അവസരം പൂർണ്ണമായും സൃഷ്ടിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇന്നിവിടെ ഈ മഹാസന്നിധിയിൽ ജഗദ്ഗുരുവായ പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണന്റെ നടയിൽ വന്ന് വാക്കുകൾ കൊണ്ട് ഒരു അർച്ചന ചെയ്യുവാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇത് കേട്ട, ഇത് ശ്രവിച്ച എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കും ഗുരുക്കന്മാരുടെ ആശീർവാദം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പാർത്ഥസാരഥിയുടെ പാതാരവിന്ദങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പാദകമലങ്ങളിലും സാഷ്ടാംഗ പ്രണാമങ്ങളോടെ സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.